യാ കുന്ദേന്ദു തുഷാരഹാരധവളാ യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരധാരിണീ ഭഗവതി യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിഭിർ ദേവൈ സദാ വന്ദിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. അമ്മേ ശരണം. ഇന്നത്തെ നമ്മുടെ വിഷയം നവരാത്രിയെ കുറിച്ചാണ്. നവരാത്രിയുടെ ഉപാസന ഒരു ഉപാസകൻ എങ്ങനെ ചെയ്യണം, ഉപാസനയും ഉപാസകനും തമ്മിലുള്ള ബന്ധം, ഇതാണിന്ന് പറയാൻ പോകുന്നത്. ഉപാസന എന്ന വാക്കിന് പ്രാർത്ഥന, പൂജ, ആരാധന എന്നാണ് അർത്ഥം. നമ്മൾ എന്തിനു പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവൻ എന്ന് പറയുന്നത് ഈശ്വരൻ്റെ അംശമാണ്. ഈശ്വരൻ്റെ മായയാൽ നിർമ്മിതമാണ് നമ്മൾ വസിക്കുന്ന ലോകം. അതുകൊണ്ട് ഉപാസന എന്ന ഉപാധിയിലൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അടിസ്ഥാനപരമായ തടസ്സം അഥവാ ബാധ ഒഴിവാക്കി, ബാധയെ മാറ്റി നിർത്തി നമുക്ക് പരമാത്മാവിൽ ലയിക്കാം. അതായത് ജീവാത്മാ പരമാത്മാ ലയനമാണ് ഉപാസനയിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഈ ഉപാസനയിലൂടെ ഉപാസകന് തൻ്റെ കുടുംബത്തിൻ്റെയും തൻ്റെ ബന്ധുജനങ്ങളുടെയും ആധ്യാത്മിക ശക്തി വർദ്ധിപ്പിക്കാം. അതോടൊപ്പം ഈ ലോകത്ത് അനുഭവിക്കേണ്ട സുഖം, മനസ്സിലെ ആഗ്രഹങ്ങൾ, പാപത്തിൽ നിന്നുള്ള മുക്തി, ദുഃഖത്തിൽ നിന്ന് മോചനം, ഇവയാണ് ഉപാസനയിലൂടെ ലഭിക്കുന്നത്. ഉപാസന എന്താണെന്ന് പറഞ്ഞു. അടുത്ത ഉപാസകൻ. ഉപാസന നടത്തുന്ന വ്യക്തി ആരാണോ ആ വ്യക്തിയെ ഉപാസകൻ എന്ന് പറയുന്നു. ഉപാസകന് ഈശ്വരനെ ഏത് രൂപത്തിലും, ഏത് ഭാവത്തിലും, ഏത് ഭാഷയിലും, ചുരുക്കി പറഞ്ഞാൽ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ, മറ്റൊരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, തനിക്കിഷ്ടമുള്ളതാകാം, പക്ഷെ അതുകൊണ്ട് മറ്റൊരു വ്യക്തിക്കോ സമൂഹത്തിനോ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ധർമ്മം, അതായത് സനാതന ധർമ്മം, ഈശ്വരനെ ബ്രഹ്മം, പരമേശ്വരൻ, പരമാത്മാ എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈശ്വരൻ ഒന്നാണ്, അദ്ദേഹം നിരാകാരനാണ്, നിർഗുണനാണ്, അനാദിയാണ്, അനന്തനാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ പറയാറുണ്ട്, ഏകോ ബ്രഹ്മം ദ്വിതീയോ നാസ്തി. ബ്രഹ്മം ഒന്നേ ഉള്ളൂ. എന്നാൽ ഈ ബ്രഹ്മത്തെ ഋഷീശ്വരന്മാർ, മുനിവര്യന്മാർ ഒന്ന് വിഭജിച്ചു എന്ന് പറയാം. അതായത് ബ്രഹ്മം, ജീവൻ, ജഗത്ത്. ബ്രഹ്മത്തിൽ ജീവനെയും ജഗത്തിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നിർവചനം കുറേയേറെ ഋഷീശ്വരന്മാർ നൽകി. ബ്രഹ്മത്തെയും ജീവനെയും ഇടയ്ക്ക് നിന്ന് അകറ്റുന്നത് മായ.
ഈ മായയെ നീക്കം ചെയ്താൽ ജീവന് ബ്രഹ്മത്തിൽ ലയിക്കാം. ഈ രീതിയിൽ സനാതനധർമ്മം ഉദ്ഘോഷിക്കുന്നു. ഈ ധർമ്മത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈശ്വരനെ ഏത് രീതിയിൽ വേണോ ആരാധിക്കാമെന്നുള്ളതാണ്. നിർഗുണൻ, നിരാകാരൻ, അതായത് ഈശ്വരന് ഏതൊരു രൂപവും ഇല്ല. ഗുണരഹിതമായത്, സത് രജ് തമ് ഗുണങ്ങൾക്ക് അതീതമായ രീതിയിൽ ഈശ്വരനെ നമുക്ക് ആരാധിക്കാൻ കഴിയും. ഇനി സഗുണോപാസനയിൽ വേണമോ, അതായത് വിഗ്രഹം ഘടിപ്പിച്ച്, വിഗ്രഹം പ്രതിഷ്ഠിച്ച്, അല്ലെങ്കിൽ ഫോട്ടോ വെച്ച് സഗുണമായ രീതിയിലും ആരാധിക്കാം. ഇത് മാത്രമല്ല, ഈ സനാതനധർമ്മം പ്രകൃതിയെ ആരാധിക്കുന്നുണ്ട്. അത് ആ പ്രകൃതിയിൽ തന്നെയുള്ള വൃക്ഷത്തെ, വായുവിനെ, അഗ്നിയെ, ചുരുക്കി പറഞ്ഞാൽ ഈ ധർമ്മം അതിപുരാതനമാണ്. അതുകൊണ്ട് തന്നെ വിസ്തൃതവും ആണ്. ഇതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി സത്യം, അഹിംസ, ദയ, പരോപകാരം, ഇന്ദ്രിയ നിഗ്രഹം എന്നിവയ്ക്ക് മഹത്വം നൽകണം. ഈ മഹത്വം നൽകുന്നതിനോടൊപ്പം പണ്ട് കാലത്ത് ഇതിൽ 5 അഭിപ്രായങ്ങളുണ്ടായിട്ടുണ്ട്. 5 വ്യത്യസ്തമായ ചേരി എന്ന് വേണമെങ്കിലോ വിഭാഗമെന്ന് വേണമെങ്കിലോ പറയാവുന്ന രീതിയിൽ വൈഷ്ണവം, ശൈവം, ശാക്തം, ഗാണപത്യം, സൂര്യപത്യം. വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. വൈഷ്ണവം വിഷ്ണു ആരാധന, ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം. ശൈവം അതായത് ശിവനെ ആരാധിക്കുന്ന മറ്റൊരു വിഭാഗം. ശാക്തം ദേവിയെ ആരാധിക്കുന്ന മൂന്നാമതൊരു വിഭാഗം. ഗാണപത്യം ഗണപതി ഭഗവാനെയും ഭൂതഗണങ്ങളെയും ഒക്കെ ദൈവമായി സങ്കല്പിച്ച് ആരാധിക്കുന്ന വിഭാഗം. സൂര്യപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യദേവനെ തന്നെ ആരാധിക്കുക എന്നുള്ളതാണ്. ഈ പ്രകൃതിയുടെ സർവവും സൂര്യനിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട്, സൂര്യനല്ലാതെ മറ്റൊരു ഭഗവാൻ ഇല്ല, സൂര്യനില്ലെങ്കിൽ മനുഷ്യജീവിതം സാധ്യമല്ല എന്ന അഭിപ്രായമുള്ള ഒരു വിഭാഗം. ഇങ്ങനെ ഈ 5 വിഭാഗങ്ങൾ ക്രമേണ ഇവരുടെ ആരാധനാ രീതിയിലുള്ള സാമ്യം കൊണ്ട് ഒന്നായിക്കൊണ്ടേയിരുന്നു. അത് സനാതനധർമ്മത്തിന് രൂപം നൽകി. ഈ സനാതനധർമ്മം തുടർന്ന് വേദകാലഘട്ടത്തിൽ വൈദിക ധർമ്മം അഥവാ വൈദിക മതമായി. പിൽക്കാലത്ത് ഇതിനെ ഹിന്ദുമതം എന്ന പേരിനാൽ വിളിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഹിന്ദുമതം എന്ന പേര് പുസ്തകങ്ങളിലോ മതഗ്രന്ഥങ്ങളിലോ കാണാൻ കഴിയില്ല. കുറച്ചാൾക്കാർ സൗകര്യപ്രദമാകുന്നതിന് വേണ്ടി, സൗകര്യം ഉണ്ടാകുന്നതിന് വേണ്ടി ഹിന്ദുമതം എന്ന പേര് നൽകുകയായിരുന്നു. ഇവിടുത്തെ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് നവരാത്രമാണ്. നവരാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഈ നവരാത്രം എങ്ങനെ ആഘോഷിക്കണം? എന്താണ് നവരാത്രം? നവരാത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവാനാം രാത്രീനാം സമാഹാർ നവരാത്രം. നവാനാം രാത്രീനാം സമാഹാരം നവരാത്രം. നവാനാം 9, രാത്രീനാം രാത്രികൾ, സമാഹാരം സമാഹരിക്കുക, ചേരുക, നവരാത്രം. ഇതാണ് നവരാത്രമെന്ന് പറയുന്നത്. 9 രാത്രികൾ. ആ 9 രാത്രികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ അവിടെ അതിന് പകരം ഒരു വാക്ക് വയ്ക്കണം. നവരാത്രി എന്ന വാക്കിന് നവ അഹോരാത്രം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി എന്ന്
എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം രാത്രി ഉണ്ടെങ്കിൽ പകലുണ്ട്, പകലുണ്ടെങ്കിൽ രാത്രിയുണ്ട്. 9 രാത്രികൾ കടന്നു പോകണമെങ്കിൽ 9 പകലും കൂടെ ആവശ്യമാണ്. അപ്പോൾ അഹോരാത്രം അല്ലെങ്കിൽ 9 പകലും 9 രാത്രികളും എന്ന വാക്ക് നമ്മൾ മനസ്സിൽ സങ്കല്പിക്കണം നവരാത്രി എന്ന് കേൾക്കുമ്പോൾ. ഇനി നവരാത്രി എന്ന് പറയുന്നത് 2 ശബ്ദങ്ങൾ ചേർന്നുണ്ടായതാണ്. 2 വ്യത്യസ്തമായ ശബ്ദങ്ങൾ. നവം, ആദ്യത്തെ ശബ്ദം നവമെന്നാണ്. നവം എന്ന വാക്കിന് അതൊരു സംഖ്യയാണ് സൂചിപ്പിക്കുന്നത്, ഒരു സംഖ്യാശബ്ദമാണ്, ഒരു എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ്. നവം എന്ന് പറയുമ്പോൾ നമ്മുടെ മാതൃഭാഷയിൽ 9 എന്ന് നമുക്ക് പറയാമെന്നല്ല, 9 എന്നാണ്. ഈ 9 പറയുമ്പോൾ ഒരു പ്രത്യേകത, അതിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടെയാണ്. നമ്മൾ 1 മുതൽ 10 വരെ എണ്ണുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ 9 വരെ വരുമ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ളതെല്ലാം തന്നെ 2 അക്ഷരമേ ഉള്ളൂ. അഥവാ കൂടുതലുണ്ടെങ്കിൽ അതൊരു കൂട്ടക്ഷരമായിരിക്കും. 9 വരുമ്പോൾ അതിന് 3 അക്ഷരങ്ങൾ, 4 അക്ഷരം, ഈ അക്ഷരം അല്ലാതെ കൂട്ടിക്കഴിഞ്ഞാൽ 3 അക്ഷരങ്ങളുണ്ട്. ഇനി 10, 20, 30, 40, 50, 60, 70, 80, 90, 100, അവിടെ ഒരു 9 ചേരുമായിരുന്നു. 80, 9, 100 എന്ന് ചേരുമായിരുന്നു. ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ്. ആയ കാര്യത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. നവം എന്ന വാക്കിന് 9 എന്നാണ് അർത്ഥം. ഇതൊരു സംഖ്യാശബ്ദമാണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. രാത്രി, രാത്രി എന്ന വാക്കിനർത്ഥം രാത്രിയുടെ സമൂഹം അഥവാ കാലവിശേഷം. കാലവിശേഷം എന്ന് പറയുമ്പോൾ ഒരു സമയത്തെ വിശേഷിപ്പിക്കുകയാണ്. അതായത് പ്രഭാതം എന്ന് പറയുന്ന ഒരു സമയം, മധ്യാഹ്നം എന്ന് പറയുന്ന സമയം, വൈകുന്നേരം എന്ന് പറയുന്ന ഒരു സമയവിശേഷം, ഇത് രാത്രി എന്ന സമയവിശേഷം. അങ്ങനെ സംഖ്യയുടെയും സമയത്തിൻ്റെയും ഒരു അദ്ഭുത സമ്മിശ്രണമാണ് നവരാത്രി എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, സംഖ്യയെ കുറിക്കുന്ന ശബ്ദത്തിൻ്റെയും സമയത്തെ കുറിക്കുന്ന ശബ്ദത്തിൻ്റെയും ഒരു അദ്ഭുത സമ്മിശ്രണമാണ് ഈ നവരാത്രി എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കായി ഋഷീവര്യന്മാർ നമുക്ക് 40 നവരാത്രികൾ പ്രദാനിക്കുന്നു. ഒരു പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ഈ 40 നവരാത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇന്ന് വരെ ഒരു നവരാത്രിയെക്കുറിച്ച് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഭൂരിപക്ഷം ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ എങ്ങനെ ഈ 40 നവരാത്രികൾ വന്നു? ഈ 40 നവരാത്രികളെക്കുറിച്ച് പറയണമെങ്കിൽ തന്നെ വളരെയധികം സമയം വേണം. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഒരു സൂചന നൽകാം. ഇവിടെ ഈ 40നെ നമുക്ക് 10 കൊണ്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ 4 നവരാത്രികൾ കിട്ടും. 4 നവരാത്രികൾ നമുക്ക് കിട്ടും. പ്രധാനമായിട്ടും 4 നവരാത്രിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ 40 നവരാത്രിയിൽ 4 നവരാത്രിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇത് നോക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഈ നവരാത്രി ദിവസം നമുക്ക് വീട്ടിൽ വെക്കേണ്ട ഒരു പ്രധാന വിശേഷതയാണ് അഖണ്ഡദീപം. അഖണ്ഡദീപം എന്ന് പറയുമ്പോൾ മുറിഞ്ഞു പോകാത്ത ദീപം, പ്രഥമയ്ക്ക് കത്തിക്കുന്ന ദീപം. നവരാത്രി 9 ദിവസം രാത്രി കഴിഞ്ഞ് വിജയത്തിൻ്റെ പ്രതീകമായ വിജയദശമിക്ക് മാത്രമേ
അതിനെ അണയ്ക്കാൻ പാടുള്ളൂ. ഈ 9 ദീപം, ഈ 9 ദിവസവും നീണ്ടു നിൽക്കുന്ന ദീപം എന്തിന് കത്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രതിനിധാനം ചെയ്യുന്നത് ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരത്തിൻ്റെ ആവരണത്തെ സർവദാ അകറ്റി നിർത്തി അവിടെ സമൂഹത്തിന് പ്രകാശം പരത്തി വിജയത്തിൻ്റെ ഉത്സവം ആഘോഷിക്കണം. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തെ അന്ധകാരത്തിൽ നിന്നും രക്ഷിക്കണം. ഇത് വ്യാപകമായ അർത്ഥം. അതിനെ ഒന്ന് ചുരുക്കിക്കഴിഞ്ഞാൽ ആത്മാന്ധകാരത്തെ നശിപ്പിച്ച് ആത്മവിജയത്തിൻ്റെ ഉത്സവം ആചരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ട്, ആ ഉള്ളിലുള്ള ഇരുട്ടിനെ അകറ്റി നമ്മളിൽ തന്നെ വിജയം, അതായത് വിജയം എന്ന് പറയുമ്പോൾ പ്രകാശം, നമ്മളിൽ തന്നെ പ്രകാശം ഉണ്ടാക്കി നിർമ്മിച്ച് സ്വയം നിർമ്മിച്ച് ആ ഉത്സവം നമ്മൾ ആചരിക്കണം. ഞാൻ നേരത്തെ പറയുകയുണ്ടായി 40 നവരാത്രികളെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ട് അതിനെ 4ആയിട്ട് ചുരുക്കി. ഈ 4 നവരാത്രിയെക്കുറിച്ച് പറയണമെങ്കിലും 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, ഭാരതത്തിൻ്റെ ഹിന്ദു കലണ്ടർ, ഹിന്ദു വർഷം, അതായത് ഹിന്ദുവിനൊരു കലണ്ടറുണ്ട്, വൈദിക ധർമ്മത്തിനൊരു കലണ്ടറുണ്ട്, അതിൽ മാസങ്ങളുണ്ട്. ഏതാണ്ട് നമ്മുടെ മലയാള മാസത്തിനോട് തുല്യം വരുന്ന മാസങ്ങൾ തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എഞ്ചുവടി അറിഞ്ഞിരിക്കണം. 9ൻ്റെ എഞ്ചുവടിയും അതിൻ്റെ പ്രത്യേകതകളും അറിഞ്ഞിരിക്കണം. അപ്പം നമ്മുടെ ഹിന്ദു കലണ്ടർ തുടങ്ങുന്നത് ചൈത്രം അഥവാ ചൈത്ത് എന്ന മാസത്തിലാണ്. നമ്മുടെ മലയാളത്തിന് സമാനമായ മാസമെന്ന് പറയുന്നത് മീനമാസമാണ്. അത് ആംഗലേയ കലണ്ടർ അനുസരിച്ച് മാർച്ചിനും ഏപ്രിലിനും ഇടയ്ക്ക് വരും. മാർച്ച് 15-നും ഏപ്രിൽ 15 ഇടയ്ക്ക് ഏതാണ്ടാണ് പറയുന്നത്. അതാണ് ചൈത്രമാസം അഥവാ ചൈത്ത്. ചൈത്രം എന്ന വാക്ക് സംസ്കൃതത്തിലെ ചൈത്രം എന്ന ശബ്ദത്തിൽ നിന്ന് തന്നെയാണ്. ആ ശബ്ദം അതുപോലെ തന്നെയാണ് ഈ മാസവും ഉപയോഗിക്കുന്നത്. അതിന് വ്യത്യാസം വരുത്തിയിട്ടില്ല. 2ാമത്തെ മാസം വൈശാഖം. നമ്മുടെ മലയാളത്തിന് അതിന് സമാനമായത് മേടമാസമാണ്. ഏപ്രിൽ മെയ് ആണ് അതിൻ്റെ കണക്ക്. 3ാമത്തത് ജ്യേഷ്ഠം അഥവാ ജേട്ട്, മലയാളത്തിലെ ഇടവം. ആംഗലേയം മെയ് ജൂൺ. ജ്യേഷ്ഠവും സംസ്കൃത ശബ്ദം അതുപോലെ തന്നെ ഉപയോഗിക്കുന്നു. 4 ആഷാഢം, മലയാളത്തിലെ മിഥുനം, ജൂൺ ജൂലൈ. അടുത്തത് ശ്രാവണം, സാവൻ എന്ന വാക്കുകൊണ്ടും അറിയപ്പെടുന്നു. മലയാളത്തിലെ കർക്കടകമാണ്, ജൂലൈ ആഗസ്റ്റ്. അടുത്തത് ഭാദ്രപദം, ഫാദവും എന്ന ശബ്ദത്തിലും അറിയപ്പെടുന്നു. മലയാളത്തിലെ ചിങ്ങമാണ്, ആഗസ്റ്റ് സെപ്റ്റംബർ. അശ്വിൻ, കന്നി, സെപ്റ്റംബർ ഒക്ടോബറാണ്. ഈ അശ്വിൻ അഥവാ ആശ്വിൻ എന്ന മാസം ഓർമ്മിച്ച് വച്ചിരിക്കണം. ഈ മാസത്തിലാണ് നമ്മുടെ ഏറ്റവും വലിയ നവരാത്രി വരുന്നത്. അടുത്തത് കാർത്തിക അഥവാ കാർത്തിക, തുലാം മാസമാണ്, ഒക്ടോബർ നവംബർ. മാർഗശീർഷം അഥവാ അഗഹൻ, വൃശ്ചിക മാസമാണ്, നവംബർ ഡിസംബർ. പൗഷം, സംസ്കൃതത്തിലെ പൗഷമാണ്, പൂഷമെന്നും പറയപ്പെടുന്നു. ധനു, ഡിസംബർ ജനുവരിയിലാണ്. മാഘം, മാഘമെന്ന് വെച്ച് കഴിഞ്ഞാൽ മകരം, ജനുവരി ഫെബ്രുവരി. ഫാൽഗുണം അല്ലെങ്കിൽ ഫാഗുൺ, ഫാൽഗുണമാണ് സംസ്കൃത ശബ്ദം, ഫാഗുൺ എന്നും അറിയപ്പെടുന്നു. കുംഭമാസമാണ് മലയാളത്തേത്, ഫെബ്രുവരി.
മാർച്ച്. അപ്പോൾ എല്ലാവർക്കും ഏതാണ്ട് ഹിന്ദു കലണ്ടർ പ്രകാരമുള്ള മാസങ്ങളുടെ പേര് കിട്ടിയിരിക്കും. ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭാദ്രപദം, അശ്വിൻ, കാർത്തിക, മാർഗശീർഷം, പൗഷം, മാഘം, ഫാൽഗുണം. ഇനി ഏറെ പ്രത്യേകതയുള്ള 9ൻ്റെ ഒരു ഇഞ്ചുവടി നമുക്കൊന്ന് നോക്കണം. നമുക്ക് ഇഞ്ചുവടി ഒന്ന് തിരികെ പറയണം. ഉത്തരേന്ത്യൻ ശൈലിയിൽ പറയാം. നമ്മൾ 1 9 9 2 9 18 എന്നാണ് പറയുന്നത്. അതിനൊന്ന് തിരിച്ച് 9ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയാം. 9 ഗുണം 1 സമം 9. 9 ഗുണം 2 സമം 18. 18നെ നമുക്ക് 2 ആക്കാം. ഒരു 1 ഉണ്ട്, ഒരു 8 ഉണ്ട്. 1 അധികം 8 സമം 9 എന്ന ഒരു സംഖ്യയാണ് നമുക്ക് കിട്ടുക. 9 ഗുണം 3 27. 27നെ നമുക്ക് 2 ആക്കി കൂട്ടാം. 2 അധികം 7 സമം 9. 9 ഗുണം 4 36. 36നെ 2 ആക്കി കൂട്ടിക്കഴിഞ്ഞാൽ 9 കിട്ടും. 3 അധികം 6 9 കിട്ടും. 9 അധികം 5 സമം 45. അതിനെ 2 ആക്കാം. 4 അധികം 5 സമം 9. ഇപ്പോൾ ഈ 5 എഞ്ചുവടി 5 വരെ എത്തിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കും. 4ാമത്തെ ഇഞ്ചുവടി 9 ഗുണം 4 36 ആയിരുന്നു. 9 ഗുണം 5 45. അടുത്ത 9 ഗുണം 6ലേക്ക് പോകുമ്പോൾ 54. ഈ 54ൻ്റെ പ്രത്യേകത എന്താ? 45നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ 54 കിട്ടും. 9 ഗുണം 6 54. 5 അധികം 4 സമം 9. അവിടെയും നമുക്ക് കൂട്ടുമ്പോൾ 9 കിട്ടിയത്. അടുത്ത 9 ഗുണം 7 63. അതിനെ നമുക്ക് ഒന്ന് കൂട്ടി നോക്കാം. 63നെ 2 ആക്കിക്കൊണ്ട് 6 അധികം 3 സമം 9. നേരത്തെ തന്നെ ഈ 9 ഗുണം 4 36 കിട്ടി. ആ സംഖ്യ ഇവിടെ തിരിഞ്ഞു വന്നു. ആ 36 തിരിഞ്ഞു വന്നതാണ് 63. ഞാൻ ആ പ്രത്യേകതകൾ സൂചിപ്പിക്കുകയാണ്. അടുത്തത് 9 ഗുണം 8 72. 7 അധികം 2 9. അവിടെയും ഒരു പ്രത്യേകത, മറ്റൊരു പ്രത്യേകതയുണ്ട്. 9 ഗുണം 3 27 ആയിരുന്നു. അത് തിരിച്ചിട്ടതാണ് 9 ഗുണം 8. 9 ഗുണം 9 81. നമുക്ക് കൂട്ടി നോക്കാം. 8 അധികം 1 9. അവിടെയും 9 നമുക്ക് കിട്ടിയത്. 9 ഗുണം 2 18. അത് തിരിഞ്ഞു വന്നതാണ് ഇവിടെ 81. ഇനി 9 ഗുണം 10 90. 9 അധികം 0 സമം 9. അവിടെയും നമുക്ക് കിട്ടിയത് 9 തന്നെയാണ്. അപ്പോൾ 9ൻ്റെ ഈ ഒരു മായാശക്തി, ഈ മായാശക്തിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 40 നവരാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ നവരാത്രങ്ങൾക്ക് അതിശ്രേഷ്ഠമായ ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഈ 9ലൂടെ നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത്. ഈ 9 എന്ന സംഖ്യ എന്താണ്? അത് അഖണ്ഡമാണ്, അവികാരിയാണ്, അവിഭാജ്യമാണ്. അതുകൊണ്ട് തന്നെ അത് ബ്രഹ്മമാണ്. പറഞ്ഞു വരുന്നത് 9 എന്ന സംഖ്യ ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് 9 എന്ന് പറയുന്ന ആ സംഖ്യ ഒരു നിസ്സാരക്കാരൻ അല്ല എന്ന് നമ്മൾ ഭക്തജനങ്ങൾ അറിയണം. ഇനി ഇവിടെ ഒരു ചെറിയ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകട്ടെ. ഈ ദിവസത്തിൻ്റെ, ഈ നവരാത്രി ദിവസങ്ങളുടെ ആദ്യം മുതൽ അവസാനം വരെ ഒരു ബാലികമാരെ പൂജിക്കുന്ന ഒരു ആചാരമുണ്ട്. ബാലികയെ പൂജിക്കുക. അതിന് ആദ്യത്തെ ദിവസം 2 വയസ്സുകാരിയെയാണ് പൂജിക്കുന്നത്. അത് 9ഉം 2ഉം തമ്മിലുള്ള ആ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ദിവസം 3, അടുത്ത ദിവസം 4, അടുത്ത ദിവസം 5, 6, 7, 8, 9, 10. അങ്ങനെ 2 വയസ്സ് മുതൽ
10 വയസ്സ് വരെയുള്ള കന്യകമാരെ ഈ ദിവസങ്ങളിൽ വീട്ടിൽ വിളിച്ചു വരുത്തി പൂജിക്കണം. അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറയുന്നതായിരിക്കും. ഇനി നമുക്ക് വർഷത്തിലെ 4 നവരാത്രികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ നമ്മുടെ വൈദിക കലണ്ടർ, നമുക്ക് സനാതന കാലചക്രം, അതായത് ഹിന്ദു കാലചക്രം, അതിൻ്റെ മാസങ്ങളുടെ പേര് പറഞ്ഞു. അതിൽ ആദ്യത്തെ മാസമെന്ന് പറയുന്നത് ചൈത്രം അഥവാ ചൈത്ത് മാസമാണ്. ഈ ചൈത്ത് മാസത്തിൽ പ്രഥമ, ഈ കാലചക്രം അഥവാ കലണ്ടറിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകും: പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, ഇങ്ങനെ തുടങ്ങി അങ്ങ് മുന്നോട്ട് പോകും. അതിൽ പ്രഥമ എന്നാണോ തുടങ്ങുന്നത്, ആ പ്രഥമ മുതൽ നവമി വരെയുള്ളതാണ് ചൈത്ര മാസത്തിലെ പ്രഥമ നവരാത്രി, ആദ്യത്തെ നവരാത്രി. അത് കഴിഞ്ഞാൽ 4ാമത്തെ മാസം ആഷാഢമാസമാണ് 4. ആഷാഢ മാസത്തിലെ പ്രഥമ തുടങ്ങി ആ ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, അതുവരെ ഉള്ളതാണ് അടുത്ത ഈ 4-ൽ 2ാമത്തെ ദ്വിതീയ നവരാത്രി. അടുത്തത് അശ്വിൻ അഥവാ ആശ്വിൻ മാസം, ആശ്വിൻ മാസത്തിലെ നവരാത്രിയാണ്. അത് പ്രകാരം തന്നെ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി. ഇതാണ് 3ാമത്തെ തൃതീയ നവരാത്രി. 4ാമത്തെ എന്ന് പറയുന്നത് 11ാമത്തെ മാസം. 11ാമത്തെ മാസം എന്ന് പറയുമ്പോൾ മാഘമാസം, നമ്മുടെ മകരമാസത്തിന് സമാന്തരമായിട്ട് വരുന്ന മാഘമാസം. ആ മാഘമാസമാണ് 4ാമത്തെ നവരാത്രി വരുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട 40-ൽ പ്രധാനപ്പെട്ട 4 നവരാത്രികൾ. ഈ 4 നവരാത്രികളെ നമുക്ക് 2ആയി വീണ്ടും ചുരുക്കാം. നിലവിലെ 2 നവരാത്രികളാണ് ഇന്ത്യ ഒട്ടാകെ സാധാരണ ജനങ്ങൾ ആഘോഷിക്കുന്നത്. ആ 2 നവരാത്രിയിലേക്ക് വരാൻ നമുക്കൊന്ന് ശ്രമിക്കാം. നമുക്കറിയാവുന്നതാണ് പുരുഷാർത്ഥം, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. 40-ൽ നിന്നും നമ്മൾ അരിച്ചെടുത്ത 4 നവരാത്രികൾ പ്രദാനം ചെയ്യുന്നതാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിനെ 2 ആക്കുമ്പോൾ ആദ്യം നമുക്ക് ഈ 4 പുരുഷാർത്ഥങ്ങളെ 2 ആക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. 2ാമത്തെ പുരുഷാർത്ഥമായ അർത്ഥം, ഈ അർത്ഥത്തെ ധർമ്മത്തിലേക്ക് ലയിപ്പിക്കാം. അതായത് ധർമ്മം അധികം അർത്ഥം സമം ധർമ്മം. കാര്യം നമ്മൾ അർത്ഥത്തെ ധർമ്മത്തിലേക്ക് ലയിപ്പിച്ചു. ആ 2നെയും കൂടെ ഒന്നാക്കി. ഇനി ഏതൊക്കെയുണ്ട് ഈ പുരുഷാർത്ഥത്തിൽ? കാമവും ഉണ്ട്, മോക്ഷവും ഉണ്ട്. കാമം അധികം മോക്ഷം സമം മോക്ഷം. അവിടെ എങ്ങനെ മോക്ഷം മാത്രം വന്നു? കാമത്തെ മോക്ഷത്തിനോട് കൂട്ടി എന്ന് വെച്ചാൽ അതിൽ
ലയിപ്പിച്ചു, മോക്ഷത്തിൽ ലയിപ്പിച്ചു. അപ്പം 4 പുരുഷാർത്ഥങ്ങളെ നമ്മൾ ധർമ്മമായും മോക്ഷമായും ചുരുക്കിയതുപോലെ 4 നവരാത്രികളെ നമുക്ക് 2ആയി ചുരുക്കി. ആ 2 നവരാത്രികൾ ഏതൊക്കെയാണ് എന്ന് ഇനി പറയാം. ആശ്വിൻ മാസം, അതായത് നമ്മുടെ മലയാളത്തിലെ കന്നിമാസം. ആശ്വിനും കന്നിയും അറിഞ്ഞുകൂടാത്തവർക്ക് സെപ്റ്റംബർ 15 ശേഷം ഒക്ടോബർ 15-16 വരെ ഇടയ്ക്കുള്ള ആ മാസം ആശ്വിൻ അഥവാ കന്നി, അതാണ് പ്രധാനപ്പെട്ട 2 നവരാത്രികളിൽ പ്രധാനപ്പെട്ട ഒരു നവരാത്രി. ആ കന്നിമാസത്തിലെ നവരാത്രിയാണ് നമ്മളിപ്പോൾ ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഭക്തജനങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയേക്കാം, ചിലപ്പോൾ ഇത് കന്നിയിൽ മാത്രമല്ലല്ലോ, തുലാമാസത്തിലേക്കും കടന്നു വരാറുണ്ടല്ലോ. അതിനൊരു കാരണമുണ്ട്. ചിലപ്പോൾ കന്നിയിലെ ശുക്ലപക്ഷം, ആ വെളുത്ത പക്ഷത്ത് കറുത്ത പക്ഷം കയറി വരികയാണെങ്കിൽ, അതായത് പ്രഥമയുടെ പുറത്തേക്ക് കറുത്ത പക്ഷത്തിൻ്റെ ഒരു ലാഞ്ചന ഉണ്ടെങ്കിൽ അതെടുക്കില്ല. അതുകൊണ്ടാണ് അവിടെ അടുത്ത മാസത്തിലേക്ക് കയറി വരാനുള്ള കാരണങ്ങളിൽ ഒന്നാകുന്നത്. കറുത്ത പക്ഷം കയറി വന്നു കഴിഞ്ഞാൽ കറുത്ത പക്ഷത്തിൻ്റെ ലാഞ്ചന വെളുത്ത പക്ഷത്തിലുണ്ടെങ്കിൽ ആ പക്ഷത്തെ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. കൂടുതൽ ലാഞ്ചന ഉണ്ടെങ്കിൽ ഒഴിവാക്കും. ചിലപ്പോൾ ദിവസത്തെ മാത്രമേ ഒഴിവാക്കൂ. ചിലപ്പോൾ അത് മൊത്തം ആ പക്ഷത്തെ ഒഴിവാക്കി അടുത്ത പക്ഷത്തിലേക്ക് പോകും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആദ്യത്തെ 2 പ്രധാനപ്പെട്ടതിൽ ഒന്നെന്ന് പറയുന്നത് ആശ്വിൻ കന്നിമാസത്തിലെ സെപ്റ്റംബർ ഒക്ടോബറിലെ നവരാത്രിയാണ്. ഈ നവരാത്രിയെ, നമ്മളിപ്പോൾ ആഘോഷിക്കാൻ പോകുന്ന നവരാത്രിയെ പറയുന്നൊരു പേരുണ്ട്, ശാരദീയ നവരാത്രി. ശാരദീയ നവരാത്രി. എന്തുകൊണ്ടാണ് ഇതിനെ ശാരദീയ നവരാത്രി എന്ന് പറയുന്നത്? നവരാത്രികളെല്ലാം വരുമ്പോൾ ഭൂരിപക്ഷം നവരാത്രികളും വരുന്നത് 2 ഋതുക്കളുടെ സമാപനത്തിലാണ്. ഒരു ഋതുവിൻ്റെ അവസാനം, രണ്ടാമത്തെ ഋതുവിൻ്റെ തുടക്കം. ഇവിടെ നമ്മൾ കന്നിമാസത്തിൽ ആഘോഷിക്കുന്ന, ആശ്വിൻ മാസത്തിൽ ആഘോഷിക്കുന്ന നവരാത്രി ശരത് ഋതുവിൻ്റെ അവസാനവും ശീത ഋതുവിൻ്റെ തുടക്കത്തിലുമാണ് വരുന്നത്. അപ്പോൾ ശരത്തിൻ്റെ അവസാനം, ശീതത്തിൻ്റെ തുടക്കം. അപ്പോൾ ശരത്താണല്ലോ ആദ്യം നിൽക്കുന്നത്, ശരത്കാലത്തിലാണല്ലോ തുടക്കം. അതുകൊണ്ട് ആ ശരത്കാലത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ശാരദീയ നവരാത്രി എന്ന് പറയും. ഇനി രണ്ടാമത്തെ പ്രധാന നവരാത്രി ഏതാണെന്ന് നോക്കാം. ചൈത്രം അഥവാ ചൈത്രമാസം, അതായത് നമ്മുടെ മീനമാസമാണ്. ഹിന്ദിക്കാരുടെ അല്ല, ഹിന്ദു കലണ്ടർ അനുസരിച്ച് ചൈത്രം വരുന്നത് നമ്മുടെ മീനമാസത്തിലാണ്. ഇത് രണ്ടും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി മാർച്ച് 14-15 ശേഷം ഏപ്രിൽ 14-16 ഇതിനിടയ്ക്ക് വരുന്ന ആ മാസം, ഇതാണ് ഈ ചൈത്രത്തിൽ വരുന്നതാണ് രണ്ടാമത്തെ നവരാത്രി എന്ന് പറയുന്നത്. ഇവിടെയും 2 കാലമാണ്. ഇതിനെ ബാസന്തി നവരാത്രി എന്നാണ് പറയുന്നത്. ബാസന്തി അഥവാ വാസന്തി എന്ന് പറയുന്നത് വസന്തകാലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. കാരണം ഈ സമയത്താണ് വസന്തകാലത്തിൻ്റെ അവസാനം, ഗ്രീഷ്മത്തിൻ്റെ തുടക്കം. വസന്ത ഋതുവിൻ്റെ അവസാനം, ഗ്രീഷ്മത്തിൻ്റെ തുടക്കം. അപ്പോൾ വസന്ത ഋതുവിൻ്റെ അവസാനമാണല്ലോ വരുന്നത്. അതുകൊണ്ട് വസന്തകാലവുമായി ബന്ധപ്പെട്ട് ബസന്തി നവരാത്രി എന്നും വാസന്തി നവരാത്രി എന്നും, അല്ലെങ്കിൽ നമുക്ക് തന്നെ
വസന്തകാല നവരാത്രി എന്ന് മലയാളീകരിക്കാം. വസന്തകാല നവരാത്രി, ശരത്കാല നവരാത്രി. നമ്മളിപ്പോൾ ആഘോഷിക്കാൻ പോകുന്നത് ശരത്കാല നവരാത്രി. ഈ 2 നവരാത്രികളാണ് പ്രധാനം. ഇനി 4-ൽ 2 നമ്മൾ ഒഴിവാക്കുന്നല്ലോ. ഒന്ന് ആഷാഢം, അതായത് മിഥുനമാസം. 2 മാഘം, അതായത് മകരമാസം. ഈ 2 മാസത്തിലും നവരാത്രികൾ വരുന്നുണ്ട്. അത് നമ്മൾ ഒഴിവാക്കുന്നു. ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം, പിന്നെ ഭാരതത്തിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും ഇത് രോഗം വിതയ്ക്കുന്ന ഒരു മാസം കൂടെയാണ്. ഭാരതത്തിലെ കാലാവസ്ഥ എല്ലായിടത്തും ഒന്നതുപോലെ അല്ലല്ലോ ഇരിക്കുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് ഇതിനെ ഈ 2 നവരാത്രികളെയും ആഷാഢമാസത്തിലെയും മാഘമാസത്തിലെയും, അതായത് മിഥുന മകരമാസങ്ങളിൽ വരുന്ന നവരാത്രികളെ ഒഴിവാക്കുന്നു. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു നവരാത്രി ഉള്ളതായിട്ട് കൂടുതൽ ഭക്തജനങ്ങൾക്ക് അറിയില്ല, സാധാരണ ജനങ്ങൾക്കറിയില്ല. ഒരു കാര്യം കൂടെ ഇവിടെ സൂചിപ്പിച്ചോട്ടെ. ഈ നവരാത്രികൾ നമ്മളിപ്പോൾ ഒഴിവാക്കിയ ആഷാഢ മാഘ മാസത്തിലെ നവരാത്രികൾ വളരെ നല്ല രീതിയിൽ ആചരിക്കുന്ന ഋഷി വര്യന്മാർ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ട്. അവരുടെ ആചരണം വളരെ കടുകട്ടിയാണ്. ഘോരമായ വ്രതങ്ങളിലൂടെയും അതുപോലുള്ള ആചാര അനുഷ്ഠാനങ്ങളിലൂടെയും പല ഭാഗങ്ങളിലുള്ള ഋഷിവര്യന്മാർ ആഷാഢ മാഘമാസത്തിലെ നവരാത്രികൾ അനുഷ്ഠിച്ച് വരുന്നതായിട്ട് കാണുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, ചൈത്രമാസം, അതായത് മീനം. ഈ മീനമാസത്തിൽ വരുന്ന നവരാത്രിയെ ശ്രീരാമ നവമിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മീനമാസത്തിലാണല്ലോ ശ്രീരാമൻ ജനിച്ചത്. മീനമാസത്തിലെ നവമി ദിവസമാണ് ശ്രീരാമൻ ജനിച്ചത്. അപ്പോൾ ഈ നവരാത്രി അതിന് തൊട്ട് മുന്നേ ഉത്തരേന്ത്യയിൽ വളരെ വളരെ ഭക്തിയോടുകൂടി ആചരിക്കുന്ന അതാണ് ചൈത്രമാസത്തിലെ നവരാത്രി. ഒന്ന്, ചൈത്രം എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ വരുന്നതാണ്, ആദ്യത്തെ നവരാത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ്. മറ്റൊന്ന്, ശ്രീരാമന് അനേകം പ്രത്യേകതകൾ ഭാരതീയർ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ മര്യാദാ പുരുഷോത്തമൻ എന്ന വാക്കുകൊണ്ടാണ് സാധാരണക്കാരൻ പോലും അദ്ദേഹത്തെ വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ ഉത്തരേന്ത്യയിലും ശ്രീരാമ നവമിയായ ബാസന്തി നവരാത്രി വളരെ ഭംഗിയായി ആചരിച്ചു വരുന്നു. ഈ അടുത്ത കാലത്തായിട്ട് കേരളത്തിൽ, ദക്ഷിണേന്ത്യയിലെ ചില ഭാഗങ്ങളിൽ നേരത്തെ തന്നെ, ആന്ധ്രാപ്രദേശിലും കർണാടകയിലുമൊക്കെ വളരെ നേരത്തെ തന്നെ ചെറിയ രീതിയിൽ ആചരിച്ച് ഇപ്പോൾ വലിയ രീതിയായി വരുന്നുണ്ട്. കേരളത്തിലും ഈ അടുത്ത കാലത്തായിട്ട് നവരാത്രിയുടെ രൂപത്തിൽ ആചരിക്കുന്നില്ല എങ്കിലും ശ്രീരാമനവമി വളരെ ഭംഗിയായി തന്നെ ആഘോഷിച്ച് കാണുന്നു. ഇനി ആശ്വിൻ, അതായത് കന്നിമാസത്തിലെ നവരാത്രി. ഇത് നേരത്തെ പറഞ്ഞു, ശരത്കാലീന അല്ലെങ്കിൽ ശാരദീയ നവരാത്രിയാണെന്ന്. ഇതിനെ ദുർഗാ നവരാത്രി എന്ന് പറയും. അപ്പോൾ ഒന്ന് ശ്രീരാമനവമി അല്ലെങ്കിൽ ശ്രീരാമ നവരാത്രി എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ കന്നിമാസത്തിൽ വരുന്ന, ആശ്വിൻ മാസത്തിൽ വരുന്നതിനെ ദുർഗാ നവരാത്രി എന്ന പേരിലും നമുക്ക് കാണാം. ഈ 2 നവരാത്രികളെ നമുക്ക് വ്യക്തവും സ്പഷ്ടവുമായി നേരത്തെ പറഞ്ഞതുപോലെ ആശ്വിൻ മാസത്തിൽ വരുന്നതിനെ ശരത്കാലീന മാസത്തിൽ വരുന്ന, അതിൻ്റെ തുടക്കമായതുകൊണ്ട് ശാരദീയ നവരാത്രി, വസന്തകാലത്തിൽ വരുന്നതുകൊണ്ട് വാസന്തി നവരാത്രി അല്ലെങ്കിൽ ബസന്തി നവരാത്രി എന്നും പറയാം. ഇനി വർഷ ഋതുവിലാണ് ആഷാഢമാസം വരുന്നത്, ശിശിരത്തിലാണ് മാഘമാസം വരുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും
വർഷകാലത്ത് ആചാരാനുഷ്ഠാനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെടും. തണുപ്പ് കാലത്തും അത് തന്നെ. ഈ രണ്ട് കാലത്തും വരുന്ന ഈ രണ്ട് നവരാത്രികളെ നമുക്ക് ഉപേക്ഷിക്കാവുന്നതാണ്. ഇത്രയും സമയം പറഞ്ഞതിൽ നിന്നും ഈ 40 നവരാത്രികളിൽ നിന്ന് 4 നവരാത്രികളെ തിരഞ്ഞെടുക്കുകയും അതിൽ ആ 4-ൽ നിന്ന് ധർമാർത്ഥ കാമ മോക്ഷത്തെ ലയിപ്പിച്ചുകൊണ്ട് ധർമ്മത്തെയും മോക്ഷത്തെയും എടുത്തുകൊണ്ട് 2 നവരാത്രികൾ നമ്മൾ ആഘോഷിക്കുന്നു. ഈ 2 നവരാത്രികൾ നമുക്ക് ആഘോഷിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പുരുഷാർത്ഥങ്ങൾ ലഭിക്കും, ധർമ്മം ലഭിക്കും, മോക്ഷം ലഭിക്കും. ഇനി നവരാത്രി പൂജയുമായി ബന്ധപ്പെട്ട ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വേദത്തിൽ 10-ാം മണ്ഡലം 125 ഒരു പദ്യമുണ്ട്. ആ പദ്യത്തിൽ ദുർഗാ അമ്മയെക്കുറിച്ച്, ദുർഗാദേവിയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അത് ഋഗ്വേദത്തിലാണ്. വേദമെന്ന് പറയുമ്പോൾ നേരത്തെ എടുത്തു പറഞ്ഞില്ല, അത് ഋഗ്വേദത്തിലാണ്. വേദകാലഘട്ടം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ രാമായണം. ഇവിടെ ഒരു അഭിപ്രായം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇത് ചരിത്രകാരന്മാരുടെ ദൃഷ്ടിയിൽ ചരിത്രകാരന്മാർ വേദകാലഘട്ടം, അടുത്ത് രാമായണം, അടുത്ത് മഹാഭാരതം. ഞാൻ ഇതേ സത്സംഗത്തിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേദകാലത്തിനപ്പുറത്താണ് രാമായണത്തെ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. രാമായണത്തിലെ ശ്രീരാമൻ അമ്മ ദുർഗയെ ആരാധിച്ചതായിട്ട് പറയുന്നുണ്ട്. തൊട്ടടുത്ത് വരുന്നത് മഹാഭാരതമാണ്. മഹാഭാരതത്തിലെ അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെ ഉപദേശപ്രകാരം അമ്മ ദുർഗയെ നമ്മുടെ അർജുനൻ ആരാധിക്കുന്നുണ്ട് യുദ്ധവിജയത്തിന് വേണ്ടി. നോക്കണം, അമ്മ ദുർഗയെ ആരാധിക്കാൻ പറയുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പോൾ തന്നെ അമ്മ ദുർഗയുടെ ആ ശക്തി എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ മാർക്കണ്ഡേയ പുരാണത്തിൽ 3-ാം സ്കന്ധത്തിൽ 26 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളിൽ അമ്മ ദുർഗയെക്കുറിച്ച് വ്യക്തവും സ്പഷ്ടവുമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ദേവി ഭാഗവത പുരാണം, ദേവി പുരാണമെന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ ദേവി ഭാഗവത പുരാണമെന്ന് പറയും. ശ്രീകൃഷ്ണ ഭാഗവതം ഉള്ളതുകൊണ്ട് 2 ഭാഗവതങ്ങളുണ്ട്. അതുകൊണ്ട് ഒന്നിനെ ദേവി ഭാഗവതമെന്നും അടുത്തതിനെ ശ്രീകൃഷ്ണ ഭാഗവതമെന്നും പറയും. ദേവി ഭാഗവത പുരാണത്തിൽ വ്യക്തവും സ്പഷ്ടവുമായി അമ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ബ്രഹ്മവൈവർത്ത പുരാണത്തിലും അമ്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കാളികാപുരാണം, അതിൽ അമ്മയെക്കുറിച്ച് പ്രതിപാദനമുണ്ട്. ശിവപുരാണം, അതിലും അമ്മയായ ദുർഗയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സ്കന്ദപുരാണം, അതിലും ഈ ദുർഗയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മിക്കവാറും പുരാണങ്ങളിൽ അമ്മ ദുർഗയെക്കുറിച്ച് വളരെ വ്യക്തവും സ്പഷ്ടവുമായി പ്രതിപാദിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞു. ഋഷീവര്യന്മാർ മാനവകുലത്തിൻ്റെ നന്മയ്ക്കായിട്ടാണ് ഈ നവരാത്രി വ്രതമെടുക്കാൻ വേണ്ടി പറയുന്നത്. നമ്മുടെ കേരളത്തിൽ നവരാത്രി ചില ക്ഷേത്രങ്ങളിൽ ആചരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലും അത് 3
ദിവസത്തെ പൂജയായിട്ട് ചുരുക്കിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഇതിനെ നവരാത്രി ആയിട്ട് ആചരിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമാണ് എന്നാണ് എൻ്റെ അറിവ്. മറ്റ് പ്രമുഖമായ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ദുർഗാഷ്ടമി മുതലാണ് ഇത് ആചരിച്ചു വരുന്നത്. എന്നാൽ ഞാൻ ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന മീ ടു മീ ധ്യാന കേന്ദ്രത്തിൽ 10 ദിവസവും നവരാത്രിയുടെ ആ നവ ദിവസങ്ങളിലും തുടർന്ന് വരുന്ന വിജയദശമി ഉൾപ്പെടെ 10 ദിവസവും ആചാര അനുഷ്ഠാനത്തോടുകൂടി അവിടെ ആ വാക്ക് കിട്ടിയില്ല. പൂജയെന്ന് പറയാൻ പറ്റില്ല, പൂജയാണ് വന്നത്. പൂജ നേരത്തെ ഇല്ലെന്ന് പറഞ്ഞല്ലോ. ആചാര അനുഷ്ഠാനത്തോടു കൂടി ആഘോഷിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ മതിയല്ല. ആ ആചാര അനുഷ്ഠാനത്തോടു കൂടി ആചരിച്ച് വരുന്നു. ഇവിടുത്തെ ആചരണത്തെക്കുറിച്ച് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നവരാത്രിയുടെ ആരംഭത്തിലൂടെ കടന്നു വരികയാണല്ലോ. അത് പൂർത്തീകരിച്ചിട്ടാണ് ഇവിടെയുള്ള ബൊമ്മക്കൊലുവിനെക്കുറിച്ചും നവരാത്രി വിശേഷങ്ങളെക്കുറിച്ചും പറയാനുള്ളത്. ഇനി സരസ്വതി ദേവിയെക്കുറിച്ച് ഒരു പരിചയം. നവരാത്രി എന്ന് പറയുമ്പോൾ നമുക്ക് സരസ്വതി ദേവിയെ മറക്കാൻ കഴിയില്ല, അമ്മ ദുർഗയെ മറക്കാൻ കഴിയില്ല. അമ്മ ദുർഗയെക്കുറിച്ച് ചെറിയൊരു വിവരണം നൽകി, ബാക്കി വിവരണം പിന്നാലെ വരുന്നുണ്ട്. സരസ്വതി ദേവിയെക്കുറിച്ച് ഒരു വിവരണം കൂടെ പറയേണ്ടത് ആവശ്യമാണ്. മഹാദേവി സരസ്വതി വിദ്യ, ജ്ഞാനം, വിജ്ഞാനം ഇവയുടെ അധികാരിയാണ്. ഈ മൂന്നിൻ്റെയും അധികാരിയാണ് വിദ്യ, ജ്ഞാനം, വിജ്ഞാനം. ഇതിൽ തന്നെ ഈ വിജ്ഞാനം പറയുമ്പോൾ അതിൽ കല ഉൾപ്പെടും. ഇങ്ങനെ 3 വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനവും പറയുമ്പോൾ കലയുടെ ദേവിയാണല്ലോ, സംഗീതത്തിൻ്റെ ദേവിയാണല്ലോ എന്ന് അത് പറഞ്ഞില്ലല്ലോ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. കാര്യം വിശേഷപ്പെട്ട ജ്ഞാനമാണ് വിജ്ഞാനം, അതിലത് അടങ്ങിയിട്ടുണ്ട്. മഹാദേവിയുടെ ഒരു അംശം നദിയായിട്ട് ഒഴുകുന്നുണ്ട്. ഇത് മഹാദേവിയാണെന്ന് പറഞ്ഞു. അവരുടെ ഒരംശം നദിയായിട്ട് ഒഴുകുന്നു. അപ്പോൾ ബാക്കിയോ? ശേഷഭാഗം ബ്രഹ്മാവിൻ്റെ സമീപം വസിക്കുന്നു. മഹാദേവിയാണ്. ഞാൻ പറഞ്ഞു, ബ്രഹ്മത്തെ വിഭജിക്കാൻ കഴിയില്ല. എന്നാൽ ഋഷീശ്വരന്മാർ അതിന് ചെറിയൊരു വിഭജനം പോലെ അവർക്കും വിഭജിക്കാൻ കഴിയില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചില രീതികൾ അവർ പറയുന്നുണ്ട്. ആ രീതി കണ്ടാൽ മതി. മഹാദേവി ഒരിടത്ത് നദിയായിട്ട് ഒഴുകുന്നു, മറുഭാഗത്ത് അവർ ബ്രഹ്മാവിൻ്റെ അടുത്ത് വസിക്കുന്നു. നദിയായിട്ട് ഒഴുകുക എന്ന് പറയുമ്പോൾ നമ്മൾ സരസ്വതി ദേവിയുടെ ഇരിപ്പിടം 2 രീതിയിലായിരിക്കും കണ്ടിട്ടുള്ളത്. ഏറ്റവും പ്രചരിക്കുന്ന ഒരു രീതി വെള്ള താമരയുടെ പുറത്ത്, അപൂർവം ചിത്രങ്ങളിൽ അരയന്നത്തിൻ്റെ പുറത്ത്, അത്യപൂർവം ചിത്രങ്ങളിൽ പാറയുടെ പുറത്ത്, ഇങ്ങനെ 3 സരസ്വതി ദേവിയെയാണ് കണ്ടിരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ അടുത്തിരിക്കുമ്പോൾ വെള്ളത്താമരയിൽ, പാറയുടെ പുറത്തിരിക്കുമ്പോൾ അടുത്തുകൂടെ നദി ഒഴുകുന്നു,
ഇത് രണ്ടുമല്ലാത്ത സ്ഥലത്ത് അരയന്നത്തിൻ്റെ പുറത്ത്. ഞാൻ നേരത്തെ നദിയെക്കുറിച്ച് പറഞ്ഞല്ലോ. സത്ലജ് എന്നൊരു നദിയുണ്ട്. സത്ലജ്, ഇതിന് മറ്റൊരു പേരുണ്ട് ശുദ്ധൂദ്രി. ഈ സത്ലജ് നദിയുടെ ഒരു പോഷക നദിയായിരുന്നു സരസ്വതി നദി. നദിയായി ഒഴുകിയ പോഷകമായിട്ട് ഈ സത്ലജിലേക്ക് വീഴുന്ന നദി, ഈ നദിക്ക് ഒഴുക്ക് കൂടുതലാണ്, ഒഴുക്കിന് ശക്തി കൂടുതലാണ്. വെള്ളം നല്ല ശക്തിയായി ഒഴുകുമ്പോൾ, സരസ്വതി ദേവിയുടെ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, പാറപ്പുറമൊക്കെ കാണും, അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ പതഞ്ഞ് വെള്ള നിറത്തിൽ, വെള്ളത്തിന് ഒരു വെള്ള കളർ, വെള്ള നിറം, തൂവെള്ള നിറത്തിലാണ് അവിടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ നദിയിൽ ഇരിക്കുന്ന, നദിക്കരയിൽ അല്ലെങ്കിൽ നദിയുടെ പാറപ്പുറത്തിരിക്കുന്ന സരസ്വതി ദേവിയുടെ കയ്യിലും, അതുപോലെ തന്നെ താമരയുടെ പുറത്തിരിക്കുന്ന ദേവിയുടെ കയ്യിലും എപ്പോഴും ഒരു വീണ ഉണ്ടായിരിക്കും. രണ്ട് കൈയിലായിട്ട്, ദേവിക്ക് 4 കൈകളുണ്ട്, 2 കൈയിലായിട്ട് വീണയുണ്ടാകും. വീണ വായിക്കുകയാണ്. വീണ വായിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവി നമുക്ക് വിജ്ഞാനം നൽകുന്നു. പിന്നെ ഒരു കൈയിൽ പുസ്തകമുണ്ട്, മറുകൈ വരമുദ്ര നൽകി, അതായത് നമുക്ക് ആശീർവദിക്കുന്ന, വരദാനം നൽകുന്ന രീതിയിൽ കൈവച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീണ വായിക്കുന്നതിലൂടെ ലോകത്തിന് ജ്ഞാനത്തിൻ്റെ പ്രകാശമാണ് നൽകുന്നത്. ഒരു ചെറിയൊരു കഥ പറയാം. ശുംഭ നിശുംഭന്മാരുടെ കഥയാണ്. ആ കഥ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും, എന്തുകൊണ്ടാണ് പാർവതീ ദേവിയെ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ സരസ്വതി ദേവിയെ ഒരുമിച്ച് ആരാധിക്കുന്നത്. ഒരേ വിഗ്രഹത്തിൽ ആരാധിക്കുന്ന അനേക ക്ഷേത്രങ്ങൾ തന്നെ ഉണ്ട്. രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് ലക്ഷ്മിയായും രാത്രി ഭദ്രയായും ആചരിക്കുന്ന, പൂജിക്കുന്ന ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ. ഇവിടെ നോക്കുക, ശുംഭ നിശുംഭന്മാർ അതിക്രൂരന്മാരായ രാക്ഷസന്മാർ. ഇവർ എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേവലോകത്ത് പോയി ദേവേന്ദ്രനെ പരാജയപ്പെടുത്തി ദേവേന്ദ്രൻ അവിടെ നിന്നും സ്ഥലമൊഴിഞ്ഞ് നേരെ ഹിമാലയം, കൈലാസത്തിൽ വന്നു. കൈലാസത്തിൽ വന്ന് പാർവതീ ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി. പാർവതീ ദേവിയെ ശക്തിയെക്കുറിച്ച് സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത് സരസ്വതി ദേവിയാണ്. സരസ്വതി ദേവി എന്താണ് കാര്യം ചോദിച്ചു. ഇവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ദേവി തൻ്റെ ശക്തി കൊണ്ട് മറ്റൊരു രൂപമെടുത്ത് ശുംഭ നിശുംഭന്മാരെ വകവരുത്തി തിരികെ രാജ്യം അല്ലെങ്കിൽ ദേവലോകം ഇന്ദ്രന് കൈമാറി. പാർവതീ ദേവിയെ സ്തുതിച്ചപ്പോൾ സരസ്വതീ ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ത്രിദേവീ ഭാവം, ഈ നവരാത്രി ദിവസം ത്രിദേവീ ഭാവം ആചരിക്കുമ്പോൾ
മൂന്ന് ദേവികളും ഒന്നാണ്, അവർ വ്യത്യസ്തരല്ല എന്ന ഭാവം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇതുകൂടാതെ എല്ലാ ജീവജാലങ്ങളുടെയും നാവിൻ്റെ അഗ്രഭാഗത്ത് സരസ്വതീ ദേവി വസിക്കുന്നു എന്ന് ഋഷീവര്യന്മാർ വിശ്വസിച്ചു വരുന്നു. ആ വിശ്വാസം നമ്മളിലേക്കും അവർ പകർന്നിട്ടുണ്ട്. ഇത് ദേവിയെക്കുറിച്ചുള്ള സാമാന്യ പരിചയമാണ്. ഇനി ഒന്നുകൂടെ നമുക്ക് ഋഗ്വേദത്തിലേക്ക് പോകാം. ഋഗ്വേദത്തിൽ ഒരു സരസ്വതി സ്തുതി തന്നെയുണ്ട്. അതിൽ ഈ സരസ്വതി നദിയെക്കുറിച്ച്, സരസ്വതി നദിയുടെ കരയിൽ വസിക്കുന്ന ജനങ്ങളെക്കുറിച്ച്, അവരുടെ ക്ഷേമത്തെക്കുറിച്ച്, അവരുടെ ഐശ്വര്യത്തെക്കുറിച്ച് വർണ്ണിച്ചാലും തീരാത്ത രീതിയിൽ ആ ഒരു ബൃഹത്തായ സ്തുതിഗീതം ഋഗ്വേദത്തിലുണ്ട്. എന്ന് വെച്ചാൽ ആദ്യമായി ഋഗ്വേദത്തിൽ സരസ്വതിയെ പവിത്രമായ ഒരു നദിയായി വർണ്ണിക്കുന്നു. ക്രമേണ നദിയെ ദേവിയായി, ദേവിയെ വാഗ്ദേവതയുടെ രൂപത്തിൽ ഇങ്ങനെ വർണ്ണിച്ച് നദിയെ ദേവി, ദേവിയെ വാഗ്ദേവത എന്ന രീതിയിൽ വേദത്തിൻ്റെ ദ്രഷ്ടാക്കൾ നമ്മെ ദേവിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, സത്ലജ് അഥവാ ശുദ്ധദ്രി നദി ഒരു പോഷക നദിയാണ്. അതായത് പോഷക നദിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്ലജിൻ്റെ ഒരു പോഷക നദിയാണ് സരസ്വതി. കാലാന്തരത്തിൽ ഈ ശുദ്ധദ്രി അഥവാ സത്ലജ് നദി അവിടെ നിന്നും വഴിമാറി എവിടെ കൂടെയാണോ ഒഴുകിക്കൊണ്ടിരുന്നത് അവിടെ നിന്നും വഴിമാറി വിപാശ അഥവാ വ്യാസ്, വിപാശ നദിയിൽ ലയിച്ചു. അതായത് സരസ്വതി നദി നമ്മുടെ ശുദ്ധദ്രി അഥവാ സത്ലജിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ നദി വഴിമാറി വിപാശ എന്ന് പറയുന്ന നദിയിൽ ലയിച്ച് ആ നദിയോടൊപ്പം ചേർന്നു. അപ്പോൾ സരസ്വതി നദിയാകട്ടെ പഴയ സ്ഥാനത്തോടു കൂടി തന്നെ ഒഴുകിക്കൊണ്ടേയിരുന്നു. അത് അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന ആ നദി ഇന്നത്തെ രാജസ്ഥാൻ സമുദ്രത്തിൽ പതിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ വാക്ക് രാജസ്ഥാൻ സമുദ്രത്തിൽ പതിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വെച്ച് തുടർന്ന ആദ്യ സത്സംഗത്തിൽ ഞാൻ വേദകാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ അന്നില്ലായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് വലിയ ഒരു സമുദ്രമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപ്പുണ്ടാക്കുന്നത് സാമ്പർ തടാകത്തിൽ നിന്നാണ്. അത് രാജസ്ഥാനിലാണ്. അത് രാജസ്ഥാൻ നേരത്തെ ഒരു സമുദ്രമായിരുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ചരിത്രകാരന്മാർ അതിനെ കണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞു. അപ്പോൾ അന്ന് ആ നദി അതിലെ വേഗത്തിലൊഴുകി രാജസ്ഥാൻ സമുദ്രത്തിൽ പോയി പതിച്ചിരുന്നു. തുടർന്ന് രാജസ്ഥാൻ കരയായി തീർന്നു. കരയായി തീർന്നതോടുകൂടി ഈ നദിയുടെ ഉദ്ഭവം മുതൽ സമാപനം വരെയുള്ള സ്ഥലം അപ്രത്യക്ഷമാവുകയാണ്. നദിയുടെ ഉത്ഭവം കാണുന്നില്ല, സമാപിക്കുന്ന സ്ഥലം കാണുന്നില്ല. സമാപിച്ച സ്ഥലത്താണ് കരയായത്. അപ്പോൾ ഉത്ഭവം കാണേണ്ടതാണ്, ഉത്ഭവം കാണുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു വേഗവതിയായ നദിയാണെന്ന്. അപ്പോൾ ഈ നദിക്ക് എവിടെയോ ലയിക്കാനുള്ള
സമുദ്രവുമായി ലയിക്കാനുള്ള സ്ഥലം കിട്ടാതെ ആയപ്പോൾ എന്ത് ചെയ്തിരിക്കാം? അത് വേഗവതി ആയതുകൊണ്ട് ഭൂമിയുടെ അടിയിലേക്ക് മറ്റൊരു സ്ഥലത്തൂടെ ഭൂമിയുടെ അടിയിലേക്ക് അപ്രത്യക്ഷയായിരിക്കാം. അപ്രത്യക്ഷയായി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഈ സരസ്വതിയെ ഒന്നുകൂടെ കാണാൻ ഒരു സ്ഥലം വരെ പോകണം. സരസ്വതി നദിയെ നമുക്ക് ഇന്ന് കാണണമെങ്കിൽ ഉത്തർപ്രദേശിൽ പോകണം. ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ് എന്നൊരു ജില്ലയുണ്ട്. ആ ജില്ല ഇന്നാണ് അതിനെ നിലവിലെ യോഗി സർക്കാരാണ് അതിന് പ്രയാഗ് രാജ് എന്ന് പേരിട്ടത്. നേരത്തെ ആ സ്ഥലത്തിൻ്റെ ആ ജില്ലയുടെ പേര് ഇലാഹാബാദ് എന്ന് ഹിന്ദി മേഖലകളിലും അതിന് പുറത്ത് അലഹാബാദ് എന്നും അറിയപ്പെട്ടിരുന്നു. നിലവിൽ അത് പ്രയാഗ് രാജ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രയാഗ് രാജ് ജില്ലയിലെ പ്രയാഗ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ ത്രിവേണി സംഗമമുണ്ട്. അവിടെ പോയിട്ട് ഈ ത്രിവേണി സംഗമത്തിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ ഇടത് ഭാഗത്ത് നിന്ന് കുത്തി ഒഴുകുന്ന ഗംഗാനദി, വലത് ഭാഗത്ത് നീല നിറത്തിൽ ഒഴുകി വരുന്ന യമുനാ നദി, ഇത് രണ്ടും ചേർന്നിട്ട് ഒന്നായിട്ട്, അതായത് കുത്തിയൊഴുകിയ എന്ന് പറഞ്ഞാൽ കലങ്ങി വരുന്ന യമുനാ നദിയും കലങ്ങി വരുന്ന ഗംഗാനദിയും നീല നിറത്തിൽ വരുന്ന യമുനാ നദിയും കൂടെ ചേർന്നിട്ട് ആ ചേരുന്ന സംഗമ സ്ഥലത്ത് അന്തർവാഹിനിയായിട്ട് ഈ സരസ്വതി നദി വന്നു ചേരുന്നു. നമുക്ക് നേരിൽ കാണാൻ കഴിയില്ല. ഈ ഭാഗത്ത് നിന്നുമാണ് ഗംഗാനദി വരുന്നത്. ഈ ഭാഗത്ത് നിന്നും ഇങ്ങനെ, ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്ത് നേരെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ യമുന നീല നിറത്തിലൊഴുകുന്നു. ഏതാണ്ട് നമ്മുടെ മുൻഭാഗത്ത് കുറച്ച് ചരിഞ്ഞിട്ട്, മുൻഭാഗത്ത് നേരെ മുന്നിൽ കുറച്ച് ചരിഞ്ഞിട്ട് ആ ഭാഗത്ത് നിന്ന് ഒരു നദി അവിടെ വന്ന് ചേരുന്നുണ്ട്. അപ്പോൾ കാണാത്ത നദി എങ്ങനെ ചേരുക? അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്ന് ഈ സംഗമം കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടുന്നു. ഒരു നദിയിൽ എത്ര വെള്ളം അവിടെ വരുന്നു, യമുനയിൽ നിന്നും എത്ര വെള്ളം അവിടെ വരുന്നു, ഗംഗയിൽ നിന്നും എത്ര വെള്ളം അവിടെ വരുന്നു. ഞാൻ ഒരു ചെറിയൊരു കണക്ക് പറയാം. യമുനയിൽ നിന്നും 1000 ലിറ്റർ വെള്ളം വരുന്നു എന്നിരിക്കട്ടെ, ഗംഗയിൽ നിന്നും 5000 ലിറ്റർ വെള്ളം വരുന്നു എന്നിരിക്കട്ടെ. ഞാൻ കണക്ക് ചെറുതാക്കി പറയുകയാണ് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി. വരുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ 1000ഉം 5000ഉം കൂടെ അപ്പുറത്ത് പോകുമ്പോൾ 6000 ലിറ്റർ വെള്ളമേ ഉണ്ടാകാവൂ. പക്ഷെ അപ്പുറത്ത് പോയിട്ട് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 8000 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ ഈ 2000 ലിറ്റർ വെള്ളം എവിടെ നിന്ന് വരുന്നു? ആ 2000 ലിറ്റർ വെള്ളം വരുന്നതാണ് സരസ്വതി നദി. ഇത് പഠനങ്ങളാണ്. ആ പഠനത്തെക്കുറിച്ച് കൂടുതൽ പുസ്തകങ്ങൾ ലഭ്യമാണ്, കൂടുതൽ വിവരങ്ങൾ നെറ്റിൽ ലഭ്യമാണ്. അതൊക്കെ ശ്രോതാക്കൾക്ക് നോക്കാവുന്നതും ആണ്. അപ്പോൾ അങ്ങനെ അന്നൊഴുകിയിരുന്ന ആ സരസ്വതി നദി ഇന്നും മറ്റൊരു സ്ഥലത്തുകൂടെ ഒഴുകി ത്രിവേണി സംഗമത്തിലെത്തി ചേർന്ന്, 3 നദികൾ ചേർന്ന് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ട് സമുദ്രത്തിൽ പോയി പതിക്കുകയാണ്. ഇനി ആ വേദകാലഘട്ടത്തിലേക്ക് പോകാം. അന്ന് ഈ സരസ്വതി നദിയുടെ കരയിൽ രാജ കൊട്ടാരങ്ങളുണ്ടായിരുന്നു, ഭരണസിരാ കേന്ദ്രങ്ങൾ. അന്നത്തെ കാലഘട്ടത്തിനനുസൃതമായ ഭരണസിരാ കേന്ദ്രമുണ്ടായിരുന്നു. അന്നത്തെ ജനങ്ങളെല്ലാം ഈ നദിയുടെ കരയിലാണ് വസിച്ചിരുന്നത്. ഈ നദിയുടെ കരയിലാണ് യജുർവേദമനുസരിച്ചുള്ള യജ്ഞങ്ങൾ നടത്തിയിരുന്നത്. ഇവിടെയാണ്
കർമ്മകാണ്ഡം എന്ന് പറയുമ്പോൾ യജ്ഞത്തിന് അനുയോജ്യമായ മന്ത്രങ്ങൾ ഉരുവിടുക, അതിനെയാണ് കർമ്മകാണ്ഡമെന്ന് പറയുക. ഈ നദിക്കരയിലാണ് കർമ്മകാണ്ഡങ്ങൾ ഉരുവിട്ടിരുന്നത്. അങ്ങനെയുള്ള പവിത്രമായ ഈ സരസ്വതി നദിയുടെ കുറേ ഇപ്പുറത്തായിട്ട് ദൃഷ്ദ്വതി എന്ന് മറ്റൊരു നദിയും കൂടെ അന്നൊഴുകിയിരുന്നു. അങ്ങനെ സരസ്വതിയും ദൃഷ്ദ്വതിയും ഈ രണ്ട് നദികളും ദൂരെയാണ് ഒഴുകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്ഥലമുണ്ട്. ഈ സ്ഥലത്തെ ബ്രഹ്മാവർത്തം എന്ന് പറയും. ഈ സ്ഥലത്തെ പറയുന്ന പേരാണ് ബ്രഹ്മാവർത്തം. ബ്രഹ്മാവർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദിക ജ്ഞാനത്തിൻ്റെയും വൈദിക വിജ്ഞാനത്തിൻ്റെയും മതപരമായ ആചാര അനുഷ്ഠാനങ്ങളുടെയും ഉറവിടമായിരുന്നു ഈ ബ്രഹ്മാവർത്തം. ഇനി ഈ നദിക്ക് ദേവിയുടെ രൂപം കിട്ടിയതിൻ്റെ ഒരു ചെറിയൊരു കാര്യം നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ശ്രീരാമനെ ഭാരതീയർ ദൈവമായിട്ട് കാണുന്നു, ശ്രീ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട് കാണുന്നു. എങ്ങനെ? മനുഷ്യൻ എപ്പോഴാണോ നല്ലത് ചെയ്യുന്നത് അപ്പോൾ ദൈവമായി തീരും. അതുകൊണ്ടാണ് സാധാരണ മനുഷ്യനായി ജനിച്ച ശ്രീരാമൻ അദ്ദേഹത്തെ മര്യാദാ പുരുഷോത്തമൻ എന്ന് ജനങ്ങൾ വിളിച്ചു. ജനങ്ങളെപ്പോഴും വിളിച്ചു? ജനങ്ങൾക്ക് മനസ്സിലായി ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായപ്പോൾ മര്യാദാ പുരുഷോത്തമൻ എന്ന് വിളിച്ചു. ആ മര്യാദാ പുരുഷോത്തമനെ വണങ്ങാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ദൈവമായി തീർന്നു. ഇവിടെയും അത് തന്നെയാണ്. ആദ്യകാലത്ത് നദിയായിരുന്നു. ആ നദി പവിത്രതയുടെ പ്രതീകമായിരുന്നു, ശുദ്ധിയുടെ പ്രതീകമായിരുന്നു, സമൃദ്ധിയുടെ പ്രതീകമായിരുന്നു, ശക്തിയുടെ ഉറവിടമായിരുന്നു. അപ്പം നദി എങ്ങനെയാണ് ശക്തിയുടെ ഉറവിടമാകുന്നത്? ഈ പ്രയാഗ്രാജിൽ പോയി ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബോട്ടിലാണ് പോവേണ്ടത്, പോയി അവിടെ മുളകളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ പോയി ആ മുളകളിൽ പിടിച്ചും അതിൻ്റെ സഹായത്തോടെ അല്ലാതെയോ, ഒഴുക്ക് കുറച്ച് കൂടുതലാണ്, ഒഴുക്കിനെ തടയാനുള്ള രീതികളെല്ലാം ബന്ധപ്പെട്ട സർക്കാർ അവിടെ ചെയ്തിട്ടുണ്ട്. ഒന്ന് മുങ്ങി കുളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഉന്മേഷം എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരാൻ എന്നെക്കൊണ്ട് കഴിയില്ല. അത് അനുഭവിക്കാൻ മാത്രമേ പറ്റൂ. ഞാൻ മറ്റൊരു ഉദാഹരണം പറഞ്ഞു തന്നാൽ, നിങ്ങൾ എനിക്ക് ഒരു കഷ്ണം ശർക്കര തരുന്നു, അത് തിന്നു, അതെങ്ങനെയാണ്? മധുരമുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര തരുന്നു, അതും കഴിച്ചു, അതിനും മധുരമുണ്ട്. എന്നെങ്ങനെയുണ്ട്? മധുരമുണ്ട്. പക്ഷേ ഈ രണ്ട് മധുരത്തിൻ്റെ വ്യത്യാസം ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരിക? അല്ലെങ്കിൽ മറ്റൊരാൾ ഇത് കഴിച്ച വേറൊരാളിന് എങ്ങനെ വേറൊരാളിന് പറഞ്ഞു കൊടുക്കാൻ കഴിയും? ആ ഒരു അവസ്ഥയാണ്. അപ്പം നദികളിൽ കുളിച്ചു കഴിഞ്ഞാൽ ശക്തി കിട്ടും എന്ന് പറയുന്നത്, ആ നദി പവിത്രമാണെങ്കിൽ, ആ നദിയെ അമ്മയെപ്പോലെ നമ്മൾ പൂജിക്കുകയാണെങ്കിൽ, അമ്മയായി കാണുകയാണെങ്കിൽ, നദിയിൽ നിന്നും നദി ശക്തിയുടെ ഉറവിടം തന്നെയാണ്. ഇതുകൂടാതെ ഈ നദിക്കര ജ്ഞാനത്തിൻ്റെ, അതായത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ദ്രഷ്ടാക്കൾ, വേദം രചിച്ചത് ദ്രഷ്ടാക്കളാണ്. അവർ കാണുകയാണ്. അവരെവിടെ ഇരുന്ന് കണ്ടു? ഈ നദിക്കരയിലിരുന്നാണ് കണ്ടത്. നദിക്കരയിൽ കണ്ണടച്ചിരുന്നു. അപ്പോഴാണ് വേദത്തിലെ ആ വചനങ്ങൾ അവരുടെ മനോമണ്ഡലത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പോൾ അത് ജ്ഞാനത്തിൻ്റേതായി. അപ്പോൾ അവിടെ നിന്നും അവർക്ക് വിശേഷമായ അറിവ് കിട്ടിയപ്പോഴോ വിജ്ഞാനത്തിൻ്റേതായി, സംഗീതത്തിൻ്റേതായി, കലയുടേതായി, ആയോധന കലയുടേതായി, കളരിപ്പയറ്റ് അതുപോലുള്ള യുദ്ധ തന്ത്രങ്ങൾ, യുദ്ധ
ത്തിൻ്റെ മറ്റ് വ്യവസ്ഥകൾ, എങ്ങനെ ശത്രുവിനെ ജയിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ ഈ നദിക്കരയിൽ ആണ് അവർ പഠിച്ചത്. അപ്പോൾ എന്നും അവർ നദിയെ വണങ്ങിയിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അങ്ങനെ സരസ്വതി ഇതിൻ്റെ എല്ലാം ഉറവിടമായി തീരുകയാണ്. ഇതിൻ്റെ എല്ലാം അതിദാഷ്ടിയായി തീരുകയാണ്, ദേവിയായി തീരുകയാണ്, ദേവി മഹാദേവിയായി തീരുകയാണ്. ഇപ്പോൾ വേദകാലത്തിൽ സരസ്വതി എന്ന് പറയുന്ന അമ്മ ക്രമേണ ദേവിയുടെ രൂപം കൈവരിച്ചു. ഇനി സരസ്വതി ദേവിയുടെ വാഹനം. സരസ്വതി ദേവിയുടെ വാഹനമെന്ന് പറയുന്നത് ഹംസമാണ്. ഹംസം എന്ന് വെച്ചാൽ അരയന്നം. അരയന്നത്തിനൊരു പ്രത്യേകതയുണ്ട്. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കവികൾ വർണ്ണിക്കുന്ന ഒരു പ്രത്യേകത, അത് നീരക്ഷീര വിവേകം അതിനുണ്ടെന്നാണ്. നീരക്ഷീര വിവേകം. അതായത് ക്ഷീരമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല്, നീരെന്ന് വെച്ചാൽ വെള്ളം. പാലും വെള്ളവും കൂടെ കലർത്തി അരയന്നത്തിൻ്റെ മുന്നിൽ വെച്ചു കൊടുത്താൽ അതിൽ നിന്നും പാലിനെ മാത്രം വലിച്ചെടുക്കും. വെള്ളത്തെ, നിസ്സാര വസ്തുവാണ് വെള്ളം, ആ വെള്ളത്തെ അങ്ങ് കളയും. ലയിച്ചിരിക്കുന്നതിൽ നിന്നും പാലിനെ മാത്രം വലിച്ചെടുക്കാനുള്ള കഴിവ് അരയന്നങ്ങൾക്കുണ്ടെന്ന് കവിസങ്കല്പമാണ്. അതിൽ കവിസങ്കല്പമെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാകുന്നതല്ല. കാര്യം ചിലപ്പോൾ ആ പക്ഷിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടാകും. എന്തെല്ലാം കഴിവുള്ള പക്ഷികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ആ പക്ഷിക്കും ഈ നീരിൽ നിന്നും പാലിനെ മാത്രം വലിച്ചെടുക്കാനുള്ള ഒരു വിശേഷമായ കഴിവ് ഉണ്ടായിരിക്കാം. അരയന്നം വെളുത്തിട്ടാണ്. ഇനി ചില സ്ഥലങ്ങളിൽ മയൂരം ആണ് ദേവിയുടെ വാഹനമായിട്ട് കാണുന്നത്. ദേവിയുടെ ചിത്രത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മയിലിനെ കൂടെ കാണാൻ കഴിയും. അപ്പോൾ ചിലരെങ്കിലും ദേവിയുടെ വാഹനം മയിലായിട്ട് കാണുന്നുണ്ട്. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഗണേശഖണ്ഡം, ഖണ്ഡമെന്ന് വെച്ചാൽ അധ്യായം, ഗണേശ അധ്യായം എന്ന് പറയാം. ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഗണേശഖണ്ഡം 40, അതിൽ 61 മുതൽ 67 വരെയുള്ള പദ്യങ്ങളിൽ സരസ്വതി ദേവിയുടെ പൂജ എങ്ങനെ വയ്ക്കണമെന്ന് വ്യക്തവും സ്പഷ്ടവുമായി പ്രതിപാദിക്കുന്നു. ഇനി സരസ്വതി ദേവിയുടെ ചിത്രം ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യമാണ്. പലതരത്തിലുള്ള ചിത്രമുണ്ട്. അതിൽ ഏത് ചിത്രം വെച്ചാണ് പൂജ വയ്ക്കേണ്ടത്? ഭക്തജനങ്ങൾക്ക് എപ്പോഴും അതൊരു മനസ്സിലൊരു സംശയമായിരിക്കും. അതായത് ദേവി വെള്ള താമരയുടെ പുറത്തിരിക്കുന്നു, ഒരു ചിത്രമുണ്ട്. അരയന്നത്തിലിരുന്ന് സഞ്ചരിക്കുന്ന മറ്റൊരു ചിത്രമുണ്ട്. പാറപ്പുറത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അപ്പോൾ ഇതിലേതായിരിക്കും വിദ്യാദേവിയായ സരസ്വതി അല്ലെങ്കിൽ പൂജ വയ്ക്കുമ്പോൾ ഇതിലേത് ചിത്രം വയ്ക്കണം? അവിടെ വിദ്യ ലഭിക്കാനാണല്ലോ നമ്മൾ പൂജ വയ്ക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഒട്ടും തന്നെ ശങ്കിക്കേണ്ട കാര്യമില്ല. പാറപ്പുറത്തിരിക്കുന്ന സരസ്വതി ദേവിയുടെ ചിത്രത്തിൽ വേണം നമ്മൾ പൂജ വയ്ക്കാൻ. എന്തുകൊണ്ട്? അവിടെയാണ് വിദ്യ എന്ന് പറയുന്ന ആ അമൂല്യ വസ്തു, ആ അമൂല്യ ജ്ഞാനം, അത് ഉറച്ചതാണ്. ഏതുപോലെ ഉറച്ചതാണ്? പാറ പോലെ ഉറച്ചതാണ്, ചഞ്ചലമല്ല. താമരയുടെ പുറത്തിരിക്കുന്ന താമര ചഞ്ചലമാണ്, അത് ചലിക്കും.
പക്ഷെ വിദ്യയോ ഉറച്ചതാണ്, ജ്ഞാനം ഉറച്ചതാണ്. ഇനി ഈ പാറയ്ക്കൊരു മറ്റൊരു പ്രത്യേകതയുണ്ട്. പാറയുടെ പുറത്തിരിക്കാൻ ചൂടാണെങ്കിൽ ചൂടായിരിക്കും, തണുപ്പാണെങ്കിൽ തണുപ്പായിരിക്കും. ചൂടത്തിരുന്നാൽ ചൂടാണ്, തണുപ്പത്തിരുന്നാൽ തണുപ്പാണ്. നദിക്കരയിലുള്ള പാറയാണെങ്കിൽ അതിൽ വഴുക്കലുണ്ടാകും. ദേവീത്രി നദിക്കരയിലുള്ള പാറയിൽ ഉയർന്ന, നദിക്കരയിലല്ല, നദിയുടെ ഉള്ളിലുള്ള പാറയിൽ ഉയർന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. വഴുക്കലുണ്ടാകും. ഇതല്ലേ വിദ്യ? വിദ്യ നേടാൻ ബുദ്ധിമുട്ടാണ്. ഈ പാറയിലിരിക്കും പോലെ ചൂടടിക്കും, തണുപ്പടിക്കും, വഴുക്കലുണ്ട്. ഇത് നേടിയെടുക്കാൻ, നമുക്ക് ഉൾക്കൊള്ളാൻ അതികഠിനമാണ്. ആ പ്രതീകമാണ് ദേവി പാറപ്പുറത്ത് ഇരിക്കുന്നത്. ഇതിനെയെല്ലാം അതിജീവിച്ച്, തണുപ്പിനെ അതിജീവിച്ച്, മാലിന്യത്തെ അതിജീവിച്ച്, അവിടെ ഒന്നുകൂടെ പറയാനുണ്ട്. ദേവി ആ പാറപ്പുറത്തിരിക്കുമ്പോഴും വെള്ള സാരിയാണ് ഉടുത്തിരിക്കുന്നത്. വെള്ള വസ്ത്രം, സാരി എന്ന് പറയുന്നില്ല, വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അതിലഴുക്കില്ല. കാര്യം, ഒരു വിദ്യാർത്ഥി എവിടെ പോകുമ്പോഴും അവിടെ എല്ലാം മലിനതയാണ്. വിദ്യാർത്ഥി കോളേജിൽ പോകുമ്പം കോളേജ് മലിനമാണ്, സ്കൂളിൽ പോകുമ്പം സ്കൂൾ മലിനമാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന മലിനത എന്ന് പറയുന്നത് അവിടുത്തെ അഴുക്ക് അതല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന മലിനത ആൾക്കാരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മലിനത, ലഹരി വസ്തു എന്ന് പറയുന്ന മലിനത, ഇങ്ങനെ ഇത്തരത്തിലുള്ള അനേകം മലിനതകൾ വിദ്യാലയങ്ങളിലുണ്ട്. ഇതാണ് വഴുക്കൽ, അഴുക്ക് എന്നൊക്കെ പറയുന്നത്. ഇത് നിന്നും അവൻ എന്ത് ചെയ്യണം? ഇതിനെ കീഴടക്കണം. സരസ്വതി ദേവി എന്താ ചെയ്തിരിക്കുന്നത്? ആ വഴുക്കലിനെ, ആ മലിനതയെ എല്ലാം കീഴടക്കി അതിൻ്റെ പുറത്ത് ഭംഗിയായിട്ടിരിക്കുകയാണ്, ഉറച്ചിരിക്കുകയാണ്. അതാകണം വിദ്യാർത്ഥി. എവിടെ എന്ത് തിന്മ കണ്ടാലും ആ തിന്മയെ ജയിച്ചു വരുന്ന ഒരു മൂർത്തിഭാവം അല്ലെങ്കിൽ വിഗ്രഹമാകണം വിദ്യാർത്ഥി. അതിന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പാമ്പും ചന്ദനമരവും നമുക്ക് പറയാൻ പറ്റും. പാമ്പെന്ന് പറയുന്ന ജീവി വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു വസ്തുവാണ്. നല്ല വിളഞ്ഞ ചന്ദനമരം സുഗന്ധം നൽകുന്ന ഒരു മരവുമാണ്. ഈ പാമ്പ് ഈ ചന്ദനമരത്തിൽ കയറി ചുറ്റി വരിഞ്ഞു കിടക്കും. പാമ്പ് കുറേ സമയം കഴിയുമ്പോൾ അതങ്ങിറങ്ങിപ്പോവും. ചന്ദനമരം അപ്പോഴും സുഗന്ധം വിതറിക്കൊണ്ടേയിരിക്കും. ഈ മലിനത നിറഞ്ഞ പാമ്പ് അതിനെ ചുറ്റി വരിഞ്ഞ് കിടന്നപ്പോഴും അതിനെ അമർത്തിയപ്പോഴും ആ പാമ്പിൽ നിന്നുള്ള മലിനത ചന്ദനമരത്തിന് അത് സ്വായത്തമാക്കിയില്ല, അതിനെ തൃണവൽക്കരിച്ചു. ഇങ്ങനെയാകണം വിദ്യാർത്ഥികൾ പാറപ്പുറത്തിരിക്കുന്ന സരസ്വതി ദേവിയുടെ ചിത്രത്തിൻ്റെ മുന്നിൽ പൂജ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി തമിഴ്നാട്ടിൽ പൂജ വയ്ക്കുമ്പോൾ അവരുടെ കയ്യെഴുത്ത് പ്രതികൾ, പത്രക്കെട്ടുകൾ, പുസ്തകങ്ങൾ എല്ലാം അടുക്കി വെച്ച് അതിൻ്റെ പുറത്താണ് അവർ ദേവിയെ ഇരുത്തുക. എല്ലാ സംസ്ഥാനങ്ങളിലും പുസ്തകം വയ്ക്കാറുണ്ട്. വിവാഹിതകളും ബാലികമാരും സംഗീത സംബന്ധമായ പുസ്തകങ്ങൾ, ഉപകരണങ്ങൾ എല്ലാം ദേവിയുടെ മുന്നിൽ സമർപ്പിക്കാറുണ്ട്. ശില്പികൾ, അതിൽ നമ്മുടെ ആധുനിക കാലത്ത് നമ്മുടെ വീടൊക്കെ പണിയാൻ വരുന്ന മേസ്തിരിമാരുൾപ്പെടെ ഉണ്ടാകും. ആ മേസ്തിരിമാർ ഉൾപ്പെടെ അവരുടെ ഉപകരണങ്ങൾ, ജോലിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ 9ാമത്തെ ദിവസം മഹാനവമിക്ക് ആയുധ പൂജ എന്ന പേരിൽ നടത്തുന്ന ദേവിയുടെ മുന്നിൽ ഇത് വെക്കാറുണ്ട്. ഈ നവരാത്രി ദിവസങ്ങളെ നമുക്കെങ്ങനെ പറയാമെന്ന് നോക്കാം. ആദ്യ ദിവസം പ്രഥമ, 2ാമത്തെ ദിവസം ദ്വിതീയ, 3ാമത്തെ ദിവസം തൃതീയ, 4 ചതുർത്ഥി, 5 പഞ്ചമി,
6 ദുർഗ ഷഷ്ഠി എന്നാണ് പറയുന്നത്. മഹാഷഷ്ഠി എന്ന പേരിലും അറിയപ്പെടുന്നു. ദുർഗഷഷ്ഠി 6-ാമത്തെ ദിവസത്തെ ദുർഗഷഷ്ഠി എന്നും അല്ലെങ്കിൽ മഹാഷഷ്ഠി എന്നും അറിയപ്പെടുന്നു. അങ്ങനെ പറയാൻ കാര്യം ഈ ഷഷ്ഠി സ്കന്ദനുമായിട്ട് ശ്രീമുരുകനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കൊണ്ടായിരിക്കാം ഈ നവമിക്ക് ഉണ്ടാകുന്ന ഷഷ്ഠി ദുർഗാദേവിക്ക് പ്രീതിയുള്ളത് കൊണ്ട് ദുർഗഷഷ്ഠി എന്നോ അല്ലെങ്കിൽ മഹാഷഷ്ഠി എന്നോ പറഞ്ഞു വരുന്നു. 6 കഴിഞ്ഞിട്ട് 7-ാമത്തെ ദിവസത്തെ മഹാസപ്തമി എന്ന് പറയും. 8-ാമത്തെ ദിവസത്തെ മഹാ അഷ്ടമി എന്ന് പറയും. 9-ാമത്തെ ദിവസത്തെ മഹാനവമി എന്ന് പറയും. 10 വിജയദശമി എന്നാണ് പറയുക. 9 രാത്രികൾ കഴിഞ്ഞ് ഘോരമായ അന്ധകാരത്തെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾ വിജയത്തിൻ്റെ പ്രസരപ്പിലേക്കാണ് പോകുന്നത്. ഇനി നവരാത്രി പൂജയെ പല സ്ഥലത്ത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ചിലയിടത്ത് നവരാത്രി, മറ്റു ചിലയിടത്ത് ദസറ അഥവാ ദസ്ഹര. 10-ാമത്തെ ദിവസത്തെ തോൽവി, അതായത് ദേവി യുദ്ധത്തിൽ 10 ദിവസം തുടർച്ചയായിട്ട്, ചില പ്രദേശങ്ങളിൽ അങ്ങനെയാണ് കഥ, 10 ദിവസം തുടർച്ചയായിട്ട് യുദ്ധം ചെയ്തുവെന്നും 9 ദിവസം ദേവിക്ക് ഉണ്ടായെന്നും 10-ാമത്തെ ദിവസം ആസുരിക വൃത്തിക്ക് തോൽവിയുണ്ടായി. അതാണ് ദസ്ഹര, 10-ാമത്തെ തോൽവി. ആസുരിക വൃത്തിക്കാണ് 10-ാമത്തെ ദിവസം തോൽവിയുണ്ടായത്. ചിലയിടത്ത് ദുർഗാപൂജ, മറ്റു ചിലയിടത്ത് ദുർഗ അഷ്ടമി, മറ്റു ചിലയിടത്ത് ദാണ്ഡിയ, ഇനി ചിലയിടത്ത് സരസ്വതി പൂജ, മറ്റു ചിലയിടത്ത് അസ്ത്രപൂജ. ആയുധങ്ങൾ വെച്ചിട്ട് പൂജ നടത്തും, അതുകൊണ്ടാണ് അസ്ത്രപൂജ എന്ന് പറയുന്നത്. മഹാനവമി, ഇനി ചിലയിടത്ത് ഗർഭ എന്ന പേരിലറിയപ്പെടുന്നു. ചിലയിടത്ത് വീരാഷ്ടമി, അതായത് വീരന്മാർ അന്ന് ആയുധങ്ങൾ വെച്ച് ദേവിക്ക് സമർപ്പിക്കുന്നതുകൊണ്ട് വീരാഷ്ടമി എന്നറിയപ്പെടുന്നു. ആയുധപൂജ എന്നറിയപ്പെടുന്നു. ആയോധന കലയുടെ പൂജ എന്നറിയപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ ഈ 9 ദിവസവും കഴിഞ്ഞിട്ട് വിജയദശമി, വിജയത്തിൻ്റെ പ്രതീകം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഈ പേരുകളെല്ലാം ദുർഗാഷ്ടമി പൂജയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി ഇവിടെ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു അഷ്ടമിയെക്കുറിച്ച് ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അതായത് ആ അഷ്ടമി എന്ന് പറയുന്നത് അഹോയ് അഷ്ടമി അഥവാ അഹോയ് അത്തേ എന്ന് പറയും. അഹോയ് അഷ്ടമി അഥവാ അഹോയ് അഷ്ടേ എന്ന് പറയും. അഹോയ് അഷ്ടമി അഥവാ അഹോയ് അത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപാവലിക്ക് തൊട്ട് മുമ്പുള്ള, കൃഷ്ണപക്ഷത്തിലാണല്ലോ ദീപാവലി ആഘോഷിക്കുന്നത്, കറുത്ത പക്ഷം, ആ ദീപാവലിക്ക് തൊട്ട് മുമ്പുള്ള ഒരു അഷ്ടമി വരും. ദീപാവലി ദിവസത്തിന് തൊട്ട് മുമ്പ് ഒരു അഷ്ടമി വരും. ആ അഷ്ടമി ദിവസമാണ് ഈ അഹോയ് അഷ്ടമി ആഘോഷിക്കുന്നത്. ഇത് കുട്ടികളുടെ നല്ലതിന് വേണ്ടിയാണ്, കുട്ടികൾക്ക് നല്ലതുണ്ടാകണം എന്നതിന് വേണ്ടിയാണ് ഈ അഷ്ടമി ആഘോഷിക്കുന്നത്. അന്ന് അഹോയ് ദേവി അഥവാ അഹോയ് മാതയാണ് പൂജിക്കുക. അതായത് അഹോയ് ദേവി എന്ന് പറയുന്നതും അഹോയ് മാത എന്ന് പറയുന്നതും നമ്മുടെ ലക്ഷ്മി ദേവി തന്നെയാണ്. ദീപാവലിക്ക് ലക്ഷ്മി ദേവിയാണല്ലോ പൂജിക്കുന്നത്. അപ്പോൾ ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അഹോയ് അഷ്ടമി. അതിന് ദുർഗാഷ്ടമിയുമായിട്ട് ബന്ധമൊന്നും ഇല്ല എന്നുള്ള കാര്യം കൂടെ ബഹുമാന്യരായ ശ്രോതാക്കൾ ഓർമ്മിക്കണം. ഇനി ഞാൻ നേരത്തെ പറയുകയുണ്ടായി, കന്യാപൂജയെക്കുറിച്ച് പറയുകയുണ്ടായി. ഈ കന്യാപൂജ എന്തിനാണ് നടത്തുന്നത്? കന്യാപൂജ എന്ന് പറയുമ്പോൾ കന്യകമാരെ പൂജിക്കുക, വീട്ടിലുള്ള കന്യകമാരെ അല്ല എന്ന് ഓർക്കണം. തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആദ്യം ചെയ്യേണ്ടത് ആ കുട്ടിയുടെ പാദങ്ങൾ കഴുകണം. നമ്മൾ തന്നെ ആ കുട്ടിയുടെ പാദങ്ങൾ കഴുകണം. അതായത് ഇപ്പോൾ പാദങ്ങൾ കഴുകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. പാദങ്ങൾ തൊട്ട് തൊഴുതാൽ പ്രശ്നമാണ്, കഴുകിയാൽ പ്രശ്നമാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഓരോ മതത്തിനും
ഓരോ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അത് ആ മതത്തിൻ്റേതായ പരിധിക്കുള്ളിൽ നിന്നാണ് ആചാരാനുഷ്ഠാനങ്ങൾ ഋഷിവര്യന്മാർ പറയപ്പെടുന്നത്. അത് ആ മതം ആചരിക്കുന്നതിനോടൊപ്പം ഈ അനുഷ്ഠാനങ്ങളും ആചരിക്കാനുള്ളതാണ്. അതിനെ പുറത്തു നിന്നുകൊണ്ട് വിമർശിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ല. മതത്തിനുള്ളിൽ നിന്ന്, അതാ മത വിശ്വാസികൾ, അവർ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. പാദം കഴുകൽ, പാദം തൊട്ടുതൊഴൽ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രതീകമായി നിൽക്കുമ്പോഴത്തേക്കും അതിനെ മതത്തിൻ്റെ ഉള്ളിലുള്ള കാര്യമായി കാണണം. മതത്തിന് പുറത്തുള്ളവർ അതിനെ വിമർശിക്കാൻ നിൽക്കരുത്. എന്തായിക്കൊള്ളട്ടെ, ഇവിടെ പാദപൂജ, ആദ്യം കുട്ടിയുടെ പാദമൊക്കെ കഴുകി കുട്ടിയെ വീട്ടിൽ കയറ്റി കുട്ടിക്ക് പുതു വസ്ത്രം നൽകണം. പുതുവസ്ത്രം നൽകി കഴിയുമെങ്കിൽ കുട്ടിക്ക് സാത്വികമായ ആഹാരങ്ങൾ കൊടുക്കണം. സാത്വിക ആഹാരം എന്ന് പറയുമ്പോൾ പഴവർഗ്ഗങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ദുർഗാഷ്ടമി അല്ലെങ്കിൽ ഈ നവരാത്രി വ്രതത്തിന് നമുക്ക് ചെയ്യേണ്ട ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ആഹാരം സാത്വികമായിരിക്കണം, ഉപവാസത്തിന് സമമായിരിക്കണം, കഴിയുന്നത്ര ഒരു നേരത്തെ ആഹാരം, അതും ഫലാഹാരം, പഴവർഗ്ഗങ്ങൾ കൊണ്ട് ആഹാരം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ളവർ അത് തന്നെ കഴിച്ച് തൃപ്തിയടയണം. എങ്കിൽ മാത്രമേ എനർജി കിട്ടൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും കന്യാപൂജയിലേക്ക് വരാം. 2 വയസ്സുള്ള കുട്ടിയെ, അതായത് ഈ നമ്മുടെ പൂജയുടെ ആദ്യ ദിവസം പ്രഥമയ്ക്ക് 2 വയസ്സുള്ള അടുത്ത വീട്ടിലെ കുട്ടിയെ വിളിച്ചു വരുത്തി നേരത്തെ പറഞ്ഞ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം നടത്തിയതിനു ശേഷം ആ കുട്ടിക്കൊരു പേര്, ആ അന്നത്തെ കുട്ടിയുടെ പേരെന്ന് പറയുന്നത് കുമാരി എന്നാണ്. അന്ന് കുട്ടിയുടെ പേര് കുമാരി എന്നിടണം. അതിനെ ആ കുട്ടിയെ പൂജിക്കണം, കുമാരി പൂജ. അപ്പോൾ ദുർഗയെ പൂജിക്കേണ്ട സ്ഥലത്ത് നമ്മൾ എന്തിനാ പെൺകുട്ടിയെ പൂജിക്കേണ്ടത്? അതിന് 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ബാലികമാരെ പൂജിച്ചു കഴിഞ്ഞാൽ ദുർഗാദേവി തൃപ്തിപ്പെടും. ദേവിയെ നേരിട്ട് പൂജിക്കേണ്ട കാര്യമില്ല, ബാലികയെ പൂജിച്ചാൽ മതി. 2 എന്ന് പറയുന്നത് ആ കന്യകയിൽ, ആ ബാലികയിൽ ആരടങ്ങിയിട്ടുണ്ട്? ദേവി അടങ്ങിയിട്ടുണ്ട്. ബാലികയിൽ കുടികൊള്ളുന്നത് ദേവിയാണ്. അതുകൊണ്ടാണ് ഈ 2 വയസ്സുകാരിയായ കുട്ടിയെ അന്ന് നമ്മൾ പൂജിക്കുന്നത്. ഇത് പൂജിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ലാഭമെന്ന് പറയുന്നത് ദാരിദ്ര്യ ദുഃഖ ശമനം. നമുക്കുള്ള ദാരിദ്ര്യവും ദുഃഖവും ശമിക്കും, ഇല്ലാതെയാകും. 2ാമത്തെ ദിവസം, ദ്വിതീയ ദിവസം, 3 വയസ്സായ പെൺകുട്ടിയെയാണ് വീട്ടിലേക്ക് ക്ഷണിക്കേണ്ടത്. ആ കുട്ടിയുടെ പേര് ത്രിമൂർത്തി എന്നാണ്. ത്രിമൂർത്തി. അതുകൊണ്ട് തന്നെ അന്നത്തെ പൂജ ത്രിമൂർത്തി പൂജയാണ്. ഈ ത്രിമൂർത്തി പൂജ നടക്കുന്നത് കൊണ്ട് ആയുസ്, ധനം, ധാന്യം, പുത്ര പൗത്രലാഭം ഇത്രയുമാണ് നമുക്കുണ്ടാകുക. ആയുസ്, ധനം, ധാന്യം, പുത്ര പൗത്രലാഭം ഇത്രയും ഉണ്ടാകും ത്രിമൂർത്തി പൂജയിലൂടെ. അടുത്ത 4 വയസ്സായ കുട്ടിയാണ് നമ്മുടെ വീട്ടിലേക്ക് വിളിക്കേണ്ടത്. 4 വയസ്സായ കുട്ടിക്ക് അന്നൊരു പേരുണ്ടാകും, കല്യാണി. കല്യാണി. അതുകൊണ്ട് അന്നത്തെ പൂജ കല്യാണി പൂജ എന്നാണ്. ഈ കല്യാണി പൂജ എല്ലാവരും നടത്തേണ്ടതാണ്. അത് നടത്തിക്കഴിഞ്ഞാൽ വിദ്യ, രാജ്യലാഭം, ജയം ഇത്രയും കിട്ടും. വിദ്യ കിട്ടും, രാജ്യലാഭം. രാജ്യലാഭം എന്ന് പറയുമ്പോൾ കൂടുതൽ വസ്തുവകകൾ, അത് തന്നെ ഉദ്ദേശിക്കുക. മറ്റൊരു രാജ്യം കിട്ടുക എന്ന് വെച്ചാൽ കൂടുതൽ വസ്തുവകകൾ കിട്ടും. അപ്പോൾ വിദ്യ പരമാവധി നമുക്ക് കിട്ടുന്ന വിദ്യയാണ്. വിദ്യ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ആയിക്കോളും. വിദ്യ, രാജ്യലാഭം, അതേ ഒപ്പം ജയം. ഈ 3 കാര്യങ്ങളാണ് അന്നേ ദിവസം ഈ പൂജയിലൂടെ, നമ്മുടെ കല്യാണി പൂജയിലൂടെ നമുക്ക് കിട്ടുന്നത്. 5 വയസ്സായ കുട്ടിയെ വീട്ടിലേക്ക് വിളിക്കണം തൊട്ടടുത്ത ദിവസം. അന്ന് ആ കുട്ടിയുടെ പേര് രോഹിണി എന്നാണ്. രോഹിണി. രോഹിണിയെ വിളിച്ചു വരുത്തുമ്പോൾ അന്നത്തെ പൂജയുടെ പേര് രോഹിണി പൂജ എന്ന് തന്നെയാണ്.
രോഹിണി പൂജ നടത്തിക്കഴിഞ്ഞാൽ രോഗശാന്തിയാണ് നമുക്കുണ്ടാവുക. രോഹിണിയെ വിളിച്ചു വരുത്തുമ്പോൾ നമുക്കുണ്ടാകുന്നത് രോഗശാന്തി ഉണ്ടാകും. 6-ാമത്തെ ദിവസം, അതായത് പഞ്ചമി അല്ല, 6-ാമത്തെ ദിവസമല്ല, 6 വയസ്സായ കുട്ടി, പഞ്ചമി ദിവസം 6 വയസ്സായ കുട്ടിയെയാണ് വിളിച്ചു വരുത്തേണ്ടത്. അന്ന് കുട്ടിയുടെ പേര് കാളിക എന്നായിരിക്കും. കാളിക. അന്നത്തെ പൂജയുടെ പേര് കാളികാ പൂജ എന്നാണ്. കാളികാ പൂജ നടത്തുന്നത് ശത്രുനാശത്തിന് വേണ്ടിയാണ്. ശത്രുനാശത്തിന് വേണ്ടിയാണ് കാളികാ പൂജ നടത്തുന്നത്. അടുത്തത് 6-ാമത്തെ ദിവസം, ഷഷ്ടി ദിവസം അല്ലേ, ഷഷ്ടി, ദുർഗഷഷ്ടി ദിവസം. കുറച്ച് 6 ദിവസം 5 ദിവസങ്ങൾ കഴിയുമ്പോൾ 6-ാമത്തെ ദിവസം തൊട്ട് ദേവീ ചൈതന്യം വർദ്ധിക്കുകയാണ്. ആ ദുർഗഷഷ്ടി ദിവസം 7 വയസ്സായ പെൺകുട്ടിയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തേണ്ടത്. നേരത്തെ പറഞ്ഞ ആചാര അനുഷ്ഠാനങ്ങൾക്ക് ശേഷം ആ കുട്ടിക്ക് ചണ്ഡിക എന്ന പേര് നൽകണം. ചണ്ഡിക എന്ന പേര് നൽകുന്നത് കൊണ്ട് തന്നെ അന്നത്തെ പൂജയുടെ പേര് ചണ്ഡികാ പൂജ എന്നാണ്. ഐശ്വര്യം, ധനം ഇവ വർദ്ധിക്കും. ഐശ്വര്യവും ധനവും വർദ്ധിക്കും ചണ്ഡികാ പൂജയിലൂടെ. അടുത്തത് മഹാസപ്തമി ദിവസമാണ്. അന്ന് സപ്തമിക്ക് 8 വയസ്സുകാരിയെയാണ് വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തേണ്ടത്. ക്ഷണിച്ചു വരുത്തിയിട്ട് ഉപചാരങ്ങൾക്ക് ശേഷം ആ കുട്ടിക്കൊരു പേര് കൊടുക്കും. ശാംഭവി എന്നാണ് കുട്ടിയുടെ പേര്, ശാംഭവി. അതുകൊണ്ട് തന്നെ അന്ന് നടത്തുന്ന പൂജയുടെ പേര് ശാംഭവി പൂജ എന്നാണ്. ഇത് നടത്തിക്കഴിഞ്ഞാൽ ദാരിദ്ര്യ ദുഃഖനാശകമാണ് നമുക്കുണ്ടാകുക. ദാരിദ്ര്യ ദുഃഖനാശം ശാംഭവി പൂജയിലൂടെ നമുക്ക് നേടാൻ കഴിയും. അടുത്ത് മഹാ അഷ്ടമി ദിവസമാണ്. അഷ്ടമി ദിവസം എന്ന് പറയുമ്പം ദുർഗാദേവിയുടെ പ്രാധാന്യമുള്ള ദുർഗാഷ്ടമി എന്നാണല്ലോ പറയുന്നത്. മഹാഅഷ്ടമിക്ക് അഷ്ടമി ദിവസമാണ്. അന്ന് നമുക്ക് വീട്ടിലേക്ക് 9 വയസ്സുകാരിയാണ് വിളിച്ചു വരുത്തേണ്ടത്. ആ 9 വയസ്സുകാരിയുടെ പേര് ദുർഗ എന്നാണ്. ദുർഗ എന്ന് നാമകരണം ചെയ്ത ശേഷം അന്നത്തെ പൂജയുടെ പേരും ദുർഗാപൂജ എന്നാണ്. അന്ന് നമ്മൾ ദുർഗാദേവിക്ക് വേണ്ടിയാണല്ലോ പൂജ നടത്തുന്നതും. ആ പൂജ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്വർഗപ്രാപ്തിയാണ്, ശത്രുനാശം. ശത്രുക്കളും നശിക്കും, സ്വർഗപ്രാപ്തിയും ഉണ്ടാകും. ഇനി നവമി, മഹാനവമി. നവമി ദിവസം 10 വയസ്സുകാരിയാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തേണ്ടത്. ഉപചാരങ്ങൾക്ക് ശേഷം ആ 10 വയസ്സുകാരിക്ക് സുഭദ്ര എന്ന പേര് നൽകണം. സുഭദ്ര എന്ന പേര് നൽകിയതിന് ശേഷം അന്നത്തെ പൂജയുടെ പേരും സുഭദ്ര എന്ന് തന്നെയാണ്. ഈ സുഭദ്ര പൂജ നൽകിക്കഴിഞ്ഞാൽ സർവാഭീഷ്ട എല്ലാ അഭീഷ്ടങ്ങളും നമുക്ക് ഉണ്ടാകും. സർവാഭീഷ്ട ലാഭത്തിന് വേണ്ടിയാണ് ഈ സുഭദ്രാ പൂജ നടത്തുന്നത്. ഇതിനെയാണ് കന്യാപൂജ എന്ന് പറയപ്പെടുന്നത്. ഇത് ഈ ദിവസങ്ങളിൽ നടത്തേണ്ടതാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും ഇത് നടത്താൻ കഴിഞ്ഞില്ല എങ്കിലും എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ്. ഋഷിവര്യന്മാർ പറഞ്ഞ കാര്യമാണ്. നമ്മുടെ വീട്ടിന് സമീപത്തുള്ള ഏതെങ്കിലും ഒരു കുഞ്ഞ് കുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, ഇപ്പോൾ ചിലർക്കൊക്കെ ആ കുട്ടിയുടെ കാലൊക്കെ തേച്ച് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നും പോകണ്ട, കാലിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ കുട്ടിക്ക് സാത്വികമായ ആഹാരവും കൊടുത്ത് ഒരു പുതുവസ്ത്രവും കൊടുത്ത് പഠിക്കാൻ പുസ്തകമോ നോട്ട്ബുക്കോ ഒക്കെ 2-4 നോട്ട്ബുക്കും കൊടുത്ത് വിടുന്നതും ഐശ്വര്യ പ്രധാനമാണ്. ഇനി കുട്ടിയെ വിളിച്ചിരുത്തി പൂജ ചെയ്തെന്നും അങ്ങനെ ചെയ്തെന്നുള്ള ഇതിൽ നിന്നും എല്ലാം നമുക്ക് അങ്ങനെയുള്ള ഒരു പേര് ദോഷം. ചിലരെങ്കിലും അതിനെ വിമർശിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഹിന്ദുമതത്തിൽ എന്ത് നടന്നാലും വിമർശിക്കുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ. അതുകൊണ്ട് അതിലേക്ക് പോകണ്ട, ഇത്രയും ചെയ്യാമല്ലോ. ഇങ്ങനെ ചെയ്താൽ അത് തന്നെ ദേവി ഒരു പൂജയായി കണക്കാക്കിക്കൊള്ളും എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി സരസ്വതി ദേവിയുടെ ഉദ്ഭവമൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ ദുർഗാദേവിയുടെ ജനനത്തെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. അമ്മ ദുർഗയുടെ ജനനം വളരെ കാലങ്ങൾക്ക് മുമ്പ് സുരഥൻ എന്നൊരു രാജാവുണ്ടായിരുന്നു.
നല്ലൊരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ രാജ്യം ക്ഷേമത്തിലൊക്കെ വയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കൂടെ നിൽക്കുന്നവർക്ക് അദ്ദേഹത്തിന് ഇഷ്ടമില്ല. എന്തിനേറെ പറയുന്നു, മന്ത്രിക്ക് പോലും അദ്ദേഹത്തിന് ഇഷ്ടമില്ല. അങ്ങനെ മന്ത്രി തൊട്ടടുത്ത ശത്രു രാജാവിന് സന്ദേശം അയച്ച് ശത്രുവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. മന്ത്രി പോലും രാജാവിൻ്റെ കൂടെ ഇല്ലാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും രാജാവ് കൊല്ലപ്പെടുകയോ തോൽക്കുകയോ ചെയ്യും. ഇവിടെയും രാജാവ് കൊല്ലപ്പെടേണ്ട സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അദ്ദേഹം കാട്ടിലേക്ക് പോയി. കാട്ടിൽ ഒരു താപസൻ്റെ വേഷത്തിൽ നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. താപസനായിട്ട് കായ്കനികൾ തിന്ന് അദ്ദേഹം ജീവിതം കഴിച്ചു കൂട്ടുകയായിരുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ സമാധി എന്നു പേരുള്ള ഒരു വ്യക്തി കാട്ടിൽ വന്നു. സമാധി ഒരു കച്ചവടക്കാരനായിരുന്നു. ഈ കച്ചവടക്കാരൻ തൻ്റെ മകൻ്റെയും ഭാര്യയുടെയും ചതിയിലകപ്പെട്ട്, സ്വന്തം മകനും ഭാര്യയാണ് ചതിക്കുന്നത്, ഇദ്ദേഹത്തെ വീട്ടിൽ നിന്നും പുറത്താക്കി. അങ്ങനെ വിരക്തനായിട്ട് നമ്മുടെ സമാധി ഇങ്ങനെ ഇവിടെ നടക്കുകയാണ്. എവിടെയോ വെച്ച് ഇവർ തമ്മിൽ കണ്ടുമുട്ടി. ഈ കച്ചവടക്കാരനും നമ്മുടെ സുരഥൻ എന്ന രാജാവും സമാധി എന്ന് പറയുന്ന കച്ചവടക്കാരനും കൂട്ടിലായി, നല്ല സുഹൃത്തുക്കളായി. രണ്ടുപേരുടെയും ജീവിതം ഏതാണ്ട് തുല്യമാണ്. രണ്ടുപേരും സുഖ സൗകര്യത്തോടു കൂടി കഴിച്ചുകൊണ്ടിരുന്നവരാണ്. അങ്ങനെ ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകണം, ആരോടെങ്കിലും ചോദിക്കണം. അവർ സുമേധസ് എന്ന് പറയുന്ന ഒരു മഹർഷിയെ കണ്ടു. മഹർഷിയെ കണ്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. മഹർഷി ആദ്യം ഇത്രമാത്രം പറഞ്ഞു. അവരുടെ മുന്നിൽ തൊഴുകയോടുകൂടി ഇത്രമാത്രം പറഞ്ഞു: യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ എന്ന് മാത്രം പറഞ്ഞു. അപ്പോൾ ഇവർക്ക് കൂടുതൽ ദേവിയെക്കുറിച്ചാണ് പറഞ്ഞത്, ശക്തിയെക്കുറിച്ചാണ് പറഞ്ഞത്. ശക്തിയെ ആരാധിക്കാനാണ് പറഞ്ഞത് എന്ന് മനസ്സിലായി. അവർ വീണ്ടും ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മനസ്സ്. അപ്പോൾ സുമേധസ് ഉത്തരം പറഞ്ഞു, മനസ്സ് ശക്തിക്ക് അധീനമാണ്. ആ ശക്തി ദേവീരൂപത്തിലാണ് കുടികൊള്ളുന്നത്. അപ്പോൾ മനസ്സ് ശക്തിക്ക് അധീനമാണ്. ആ ശക്തി ദേവീരൂപത്തിലാണ് കുടികൊള്ളുന്നത്. അപ്പോൾ ദേവിയെ ആരാധിക്കണം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ രാജാവായ സുരഥൻ മനസ്സിലാക്കി. അപ്പോൾ സുരഥൻ ചോദിച്ചു, ആരാണ് ദേവി? ദേവിയുടെ ഉദ്ഭവം എങ്ങനെ? സുമേധസ് എന്ന് പറയുന്ന ഋഷിവര്യൻ പറഞ്ഞു, ദേവി നിത്യസ്വരൂപിണിയും
വിശ്വവ്യാപിനിയുമാണ്. അപ്പോൾ ആ നിത്യസ്വരൂപിണിയായ വിശ്വവ്യാപിനിയായ ദേവിയെ ആരാധിക്കണം. ആരാണ് ദേവി എന്നതിന് ഉത്തരം കിട്ടിയല്ലോ. ദേവി ആരാണ്? നിത്യസ്വരൂപിണിയാണ്, വിശ്വവ്യാപിനിയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഉദ്ഭവം എങ്ങനെ? അതിനും സുമേധസ് ഉത്തരം പറഞ്ഞു. ഓരോ യുഗാന്തത്തിലും മഹാപ്രളയം ഉണ്ടാകും. വിഷ്ണു പാൽക്കടലിൽ അനന്തശയ്യയിൽ യോഗനിദ്രയിലായിരുന്നു. കാലങ്ങൾ കടന്നുപോയി. വിഷ്ണു ഭഗവാന്റെ കർണങ്ങളിൽ നിന്നും മധു എന്നും കൈഡവൻ എന്നും 2 അസുരന്മാർ ജനിച്ചു. കർണങ്ങളിൽ നിന്ന് ജനിച്ചുവെന്നും പറയുന്നുണ്ട്. കർണമെഴുക്, കർണമാലിന്യം, ചെവിയിലെ അഴുക്ക് പുറത്തേക്ക് വന്നപ്പോൾ അതിൽ നിന്ന് ആണ് ഈ 2 അസുരന്മാരുണ്ടായെന്നും പറയുന്നുണ്ട്. അസുരന്മാർ ഇങ്ങനെ നോക്കുമ്പോൾ ഭഗവാൻ വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഒരു താമര മുകളിലേക്ക് പോകുന്നു. അതിൽ ബ്രഹ്മാവിരിക്കുന്നു. 2 അസുരന്മാരും കൂടെ ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ഓടി. ബ്രഹ്മാവിനെ വകവരുത്തുക. അസുരന്മാരെ കണ്ട് ഭയന്ന ബ്രഹ്മാവ് ആലോചിച്ചു, എന്തായാലും ഈ അസുരന്മാർ തന്നെ ഇല്ലാതാക്കും, തനിക്ക് അവരെ എതിർക്കാനുള്ള ശക്തിയുമില്ല. അപ്പോൾ എന്തു ചെയ്യണം? ഭഗവാൻ വിഷ്ണു ആണെങ്കിൽ നിദ്രയിലുമാണ്. അദ്ദേഹം മായാദേവിയെ സ്തുതിച്ചു. മായാദേവിയെ സ്തുതിച്ചപ്പോൾ മായ വിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്നും മാറി. വിഷ്ണുവിൻ്റെ കണ്ണിൽ നിന്നും മാറി വിഷ്ണു ഉണർന്നു. വിഷ്ണു ഉണർന്നതോടുകൂടി ഈ 2 അസുരന്മാരെയും അവരോട് നമ്മുടെ വിഷ്ണു യുദ്ധം ചെയ്തു തുടങ്ങി. ഈ യുദ്ധം വളരെ വർഷം നീണ്ടു നിന്നു. 1000ഓളം വർഷം ഈ യുദ്ധം നീണ്ടു നിന്നു. ഈ 1000ഓളം വർഷം യുദ്ധം നീണ്ടു നിന്നപ്പോൾ ഈ ദേവി ഈ അസുരന്മാരുടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കാൻ തുടങ്ങി. അസുരന്മാർ വിഷ്ണുവിനോട് ചോദിച്ചു, ഞങ്ങൾ അങ്ങയോട് യുദ്ധം ചെയ്തു, വളരെ കാലം കൊണ്ട് യുദ്ധം ചെയ്യുന്നു, ഞങ്ങൾ 2 പേരോട് അങ്ങ് ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്യുന്നത്, അപ്പോൾ അങ്ങ് വിചാരിക്കുന്ന എന്തു വരം വേണമെങ്കിലും ഞങ്ങൾ തരാം, അങ്ങ് ഏതൊരു വിഷമവും വിചാരിക്കേണ്ട, ഞങ്ങളോട് വരം ചോദിക്കുക. ഭഗവാൻ വിഷ്ണു പറഞ്ഞു, എന്നോട് യുദ്ധം ചെയ്യുന്ന നിങ്ങളുടെ മരണമാണ് എനിക്ക് വേണ്ടുന്ന വരം. അസുരന്മാർ പറഞ്ഞു, അങ്ങനെ ആവട്ടെ. ഉടൻ തന്നെ വരവും നൽകി. തുടർന്ന് വിഷ്ണു 2 അസുരന്മാരെയും വകവരുത്തുകയാണ് ഉണ്ടായത്. അവിടെയും അതിന് കാരണമായി തീർന്നത് മായ, ഒരു ശക്തി വിഷ്ണുവിൽ നിന്ന് മാറി. ആ ശക്തി ഉറക്കത്തിൻ്റെ രൂപത്തിൽ വിഷ്ണുവിനെ അമർത്തിയിരുന്നത് ഇവരുടെ ബുദ്ധിയെ ഭ്രമിപ്പിച്ചു. ഇനി അദ്ദേഹം സുമേധസ് വീണ്ടും തുടർന്നു. മഹിഷാസുരൻ എന്നൊരു
അസുരനുണ്ടായിരുന്നു. മഹിഷാസുരനും ഇന്ദ്രലോകത്തേക്ക് പോയി യുദ്ധം ചെയ്ത് ഇന്ദ്രനെ പരാജയപ്പെടുത്തി ദേവലോകം പിടിച്ചെടുക്കുക മാത്രമല്ല ദേവകളെ പീഡിപ്പിക്കാൻ തുടങ്ങി. പീഡനം സഹിക്കവയ്യാതെയായപ്പോൾ എല്ലാ ദേവന്മാരും കൂടെ ബ്രഹ്മാവിൻ്റെ മുൻനിർത്തി വിഷ്ണു ഭഗവാന്റെ അടുത്തെത്തി. വിഷ്ണു ഭഗവാന്റെ അടുത്ത് ഭഗവാൻ ശങ്കരനും ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഈ മഹിഷാസുരനെക്കുറിച്ച് മഹിഷാസുരൻ ദേവന്മാരോട് ചെയ്ത ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് വർണ്ണിച്ചു. അത് കേട്ട് മഹാവിഷ്ണുവും ഭഗവാൻ ശങ്കരനും ദേഷ്യം കൊണ്ട് വിറച്ചു. ആ സമയത്ത് അവിടെ നിന്ന് ദേവകളുടെ ശരീരത്തിൽ നിന്നും എന്തെന്നില്ലാത്ത ഒരു പ്രകാശം പുറത്തേക്ക് വന്നു. ആ പല പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്ന് അതിപ്രകാശം ചൊരിയുന്ന അതിസുന്ദരിയായ സ്വർണത്തേക്കാൾ വജ്രത്തേക്കാൾ പ്രഭയുള്ള ഒരു ദേവി രൂപാന്തരപ്പെട്ടു. ആ ശരീരത്തിൽ നിന്നും സൂര്യ തേജസ്സാണ് പുറപ്പെടുന്നത്. ഈ ദേവിക്ക് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ദേവന്മാരും തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന ആയുധങ്ങൾ ഒന്നൊന്നായി നൽകി. ഈ ആയുധവും വാങ്ങി നേരെ മഹിഷാസുരനെ അടുത്തേക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. മഹിഷാസുരനാകട്ടെ മഹിഷാസുരൻ്റെ സൈന്യത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു, അതിസുന്ദരിയായ ഒരു യുവതി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹിഷാസുരനൊരു മോഹം തോന്നി. അതിസുന്ദരി എന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ചാൽ കൊള്ളാം. ആദ്യം കുറച്ച് അതിലത്തേക്കുള്ള ആൾക്കാരെ പറഞ്ഞയച്ചു. അവരെല്ലാം ദേവി വട്ടം ചുറ്റിച്ചു. പിന്നെ സൈന്യത്തെ അയച്ചു. സൈന്യം ദേവിയുടെ അടുത്ത് വന്നപ്പോൾ തന്നെ ഭസ്മമായിപ്പോയി. അത്ര പ്രഭയാണ്, അത്ര തേജസ്സാണ് ആ ശരീരത്തിൽ നിന്നും വരുന്നത്. തൻ്റെ എല്ലാ സൈന്യവും സൈന്യാധിപന്മാരും നശിച്ചു എന്നറിഞ്ഞപ്പോൾ അയാൾ നേരിട്ട് വന്നു. മഹിഷാസുരൻ നേരിട്ട് വന്നു ദേവിയോട് ഏറ്റുമുട്ടി. മഹിഷാസുരൻ നേടിയ വരങ്ങളൊന്നും ദേവിയുടെ മുന്നിൽ ജയിക്കാൻ ശക്തിയുള്ളവ ആയിരുന്നില്ല. നിമിഷ നേരം കൊണ്ട് മഹിഷാസുരനെ വകവരുത്തി ഇന്ദ്ര പദവി തിരികെ കൊടുത്തു. ഇവിടെ ദേവിയെ ദിവ്യരൂപിണിയായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ്, പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ദേവി ദുർഗയുടെ ജനനത്തെപ്പറ്റിയുള്ള അനേക കഥകളിൽ ഒന്ന്. സുമേധസ്സിൽ നിന്നും ദേവീ ചൈതന്യം അറിഞ്ഞ് സുരഥനും സമാധി എന്ന വ്യക്തിയും ഗംഗാതീരത്തേക്ക് പോയി. അനേക വർഷം ദേവിയെ തപസ് ചെയ്തു. ഒടുവിൽ ദേവി ദുർഗ പ്രത്യക്ഷപ്പെട്ടു. സുരഥന് രാജ്യം തിരിച്ചെടുക്കാനുള്ള ശക്തിയും അധികാരവും വരമായിട്ട് നൽകി. സമാധി ദേവിയോട് പറഞ്ഞു, എനിക്കിനി സാംസ്കാരിക ജീവിതം, ഈ സംസാര സാഗരത്തിലെ ജീവിതം എനിക്കിനി വേണ്ട. അതുകൊണ്ട് ദേവിയിലേക്ക് ലയിച്ചു ചേർന്നു സമാധി. പിൽക്കാലത്ത് ഈ സുരഥൻ എന്ന രാജാവാണ് എട്ടാമത്തെ മനുവായ
സാവർണകിയായി ജനിച്ചത്. ഇപ്പോൾ സമയം ഏറെ ആയിരിക്കുന്നു. ശ്രോതാക്കൾ ഏതാണ്ട് 2 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നവരാത്രി ആയതുകൊണ്ടായിരിക്കാം അവർ ക്ഷമയോടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നവരാത്രിയുടെ എല്ലാ ഭാഗങ്ങളും പറയാനിവിടെ കഴിഞ്ഞിട്ടില്ല. ഇനിയും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ദേവിയുടെ 9 രൂപങ്ങൾ, അതെല്ലാം പറയാനുണ്ട്. ഇന്ന് ഇത് ഇവിടെ സമാപിക്കുകയാണ്. എനിക്ക് ഭക്തരോട് ഒരു കാര്യമാണ് പറയാനുള്ളത്. ഈ മഹാനവമി നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ ഒരു അഖണ്ഡ ദീപം ജ്വലിക്കട്ടെ. അത് സമൂഹത്തിലെ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സിലെ, നമ്മുടെ വീട്ടിലെ ആൾക്കാരുടെ, ബന്ധുജനങ്ങളുടെ മനസ്സിലെ അന്ധകാരം ഒഴിഞ്ഞ് പ്രകാശം പരത്തട്ടെ. അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം. അതോടൊപ്പം ഈ 10 ദിവസം, നവരാത്രിയുടെ 9ഉം വിജയദശമിയുടെ 1ഉം 10 ദിവസവും വീട്ടിലെ കുട്ടികൾക്ക്, നമുക്കും സാത്വികമായ ആഹാരം കഴിക്കാം. മാംസാദികൾ ഈ ദിവസങ്ങളിൽ നമുക്ക് വർജിക്കാം. മുതിർന്നവരായ നമുക്കെല്ലാവർക്കും ഉപവാസമെടുക്കാം. 9 ദിവസവും ഒരു നേരത്തെ ആഹാരം കഴിച്ച്, കഴിയുമെങ്കിൽ ആ ഒരു നേരത്തെ ആഹാരം ഫലവർഗ്ഗങ്ങൾ മാത്രം ഭക്ഷിച്ച് 9 ദിവസങ്ങൾ കഴിച്ചുകൂട്ടാം. യഥേഷ്ടം വെള്ളം കുടിക്കാം. അങ്ങനെ ഒരു ഉപവാസമെടുത്ത് തുടർന്നുള്ള ജീവിതത്തെ നമുക്ക് ശക്തി നൽകട്ടെ. ആ മഹാദേവി നമുക്കതിനുള്ള മനക്കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.